അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിവാഹത്തിൽ പിരിയാൻ പോകുന്ന മാതാപിതാക്കന്മാരെ ഓർത്ത് സങ്കടപ്പെടുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പെട്ടെന്നെടുത്ത തീരുമാനങ്ങൾ പലരുടെ സമ്മർദ്ദത്തിൽ അകപ്പെട്ടിരിക്കുന്നവരെ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ അവർക്കുണ്ടാകുന്ന നിലയും വിലയും നഷ്ടപ്പെടുന്നത് ഓർത്ത് അവർക്ക് യാതൊരുവിധ നിരാശയുമില്ലാതെ അവർ വലിയ വൈരാഗ്യത്തിലും വലിയ മത്സരത്തിലും അകപ്പെട്ടിരിക്കുന്നവർ, അതിൻ്റെ പേരിൽ കുഞ്ഞുങ്ങളുടെ ഭാവി നഷ്ടപ്പെടുകയും കുഞ്ഞുങ്ങളെ വിശ്വാസം നഷ്ടപ്പെടുകയും കുഞ്ഞുങ്ങളെ വിശ്വാസം വളർത്താൻ പറ്റാതിരിക്കുന്ന രീതിയിൽ അന്ധകാരകൂപകമായ മനസ്സിലിരിക്കുന്നവർ, കർത്താവേ, അതിലാരെങ്കിലും നീ ഒരാളെ തുടരണമെന്ന് പ്രാർത്ഥിക്കുന്നു. എങ്ങനെയെങ്കിലും അവിടെ സമാധാനം ഉണ്ടായിക്കൊണ്ട് കുടുംബം നിലനിർത്താൻ വേണ്ടി കർത്താവിൻ്റെ ചൈതന്യം സ്വീകരിക്കാൻ കൂടുതൽ സാധ്യമുള്ളവരെ കർത്താവ് ഏറ്റെടുക്കണമേ.
അവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അവരെ കൊണ്ട് കുടുംബത്തെ റീസെറ്റ് ചെയ്യാൻ വേണ്ടി കർത്താവെ അങ്ങ് ഐക്യത്തിലേക്ക് അവരെ വിളിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ പോലീസ് വഴക്കുകൾ, കോടതി കേസുകൾ, വസ്തു തർക്കങ്ങൾ, അത് തർക്കപ്പുരയിടങ്ങൾ, ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത രീതിയിൽ എന്ത് തീരുമാനിക്കണമെന്നറിയാൻ പാടില്ലാത്ത രീതിയിൽ മനസ്സ് കുഴങ്ങുന്നവർ, ഇന്നലെ ഉറങ്ങിയിട്ടില്ലാത്തവർ, കർത്താവേ അവർക്കിന്ന് തീരുമാനം കൊടുക്കണം ഈശോയെ. 39 കൊല്ലത്തെ പൗരോഹിത്യത്തിൻ്റെ യോഗ്യതയിൽ, അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയിൽ അങ്ങനെ ദിവസത്തെ യാചിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. തീരുമാനം എടുക്കാതെ കുഴയുന്നവർ, അതുപോലെ തന്നെ അവിടെ ചെന്ന ജോലി കിട്ടുമോ ഇല്ലയോ, അവിടെ ചെന്നാൽ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ, പണം കൊടുക്കണോ വേണ്ടയോ, ഇങ്ങനെ കേസ് കൊടുക്കണോ വേണ്ടയോ, ഇങ്ങനെ ചിന്തിച്ച് കാടുകയറി തല പുകഞ്ഞ് വിഷമിക്കുന്നവരുടെ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം നിൻ്റെ മേൽ വീഴട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മ പരിശുദ്ധമ്മ ദേവമാതാവ് ഇതുപോലുള്ള സംഘർഷാത്മകമായ അനുഭവങ്ങളിലൂടെ കടന്നു പോയപ്പോൾ പരിശുദ്ധാത്മാവ് സഹായകനായി സഹായിച്ചതുപോലെ നിന്നെയും നിൻ്റെ കുടുംബത്തെയും പരിശുദ്ധാത്മാവ് തക്കദ്രവം എടുക്കാൻ വേണ്ടി സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിനക്ക് വേണ്ടി കർത്താവ് സഹായത്തിന് ദൂതന്മാരെ ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യപിതാപുത്രനും പരിശുദ്ധാത്മാവായ സർവേശ്വരായി നയിക്കുവാമേൻ. കർത്താവിനെ വിവേചിച്ചറിയണം. യേശു എന്ന് പറഞ്ഞ ഒരു സാമൂഹ്യ പ്രവർത്തകനോ രാഷ്ട്രീയ പ്രവർത്തനമൊന്നുമല്ല, സാംസ്കാരിക പ്രവർത്തനമല്ല. ക്രിസ്തു ബേസിക്കായിട്ട് ദൈവത്തിൻ്റെ പാപപരിഹാര കുഞ്ഞാടാണ്. അവൻ മിശിഹായാണ്. ആ മിശിഹ എന്ന് പറയണത് പാപപരിഹാരമാണ്. അതിൻ്റെ അടിസ്ഥാനപരമായ വീണ്ടെടുപ്പ് വില കൊടുക്കുക, അതാണ് അവൻ. ഈ ശരീരത്തെ, ഇതാണ് സന്ദേശം, അല്ലെങ്കിൽ അതിൻ്റെ ഗാത്രം എന്ന് പറയണത്, ആശയഗാത്രം. ഈ ആശയഗാത്രത്തെ വിവേചിക്കാതെ ക്രിസ്തുവിനെ സാംസ്കാരികവൽക്കരിക്കുകയും സാഹിത്യവൽക്കരിക്കുകയും ചെയ്യും. 1 കൊരിന്ത്യർ 11:29. എന്തുകൊണ്ടെന്നാൽ ശരീരത്തെ വിവേചിച്ചറിയാതെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവൻ തൻ്റെ തന്നെ യേശുക്രിസ്തുവിന്റെ യഥാർത്ഥ ദൗത്യത്തെ അറിയാതെ അതിനെ ഉൾക്കൊള്ളുന്നവൻ തൻ്റെ തന്നെ ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുന്നതും പാനം ചെയ്യുന്നതും. ക്രിസ്തുവിനെ എക്സ്പ്ലെയിൻ ഔട്ട് ചെയ്യരുത് ഒരിക്കലും. ക്രിസ്തുവിനെ കുറിച്ച് ദൈവത്തിന് ഒരു അഭിരുചിയുണ്ട്. അത് മനുഷ്യൻ്റെ അഭിരുചിയല്ല. മനുഷ്യൻ്റെ അഭിരുചിയിലേക്ക് വലിച്ചു നീട്ടിയായിട്ട് ഈശോ ഒരു റബ്ബറൊന്നുമല്ല ശരിക്കും. അപ്പം ദൈവത്തിൻ്റെ അഭിരുചി എന്നാൽ ക്രിസ്തുവിനെക്കുറിച്ച് അത് ബൈബിൾ നൽകുന്നതും അപ്പോസ്തലന്മാർ യേശുവിൻ്റെ കൂടെ ജീവിച്ച് വളർന്നവരും അതിനുവേണ്ടി ജീവിതം കൊടുത്തവരും അനുഭവിച്ച ക്രിസ്തുവുണ്ട്. അത് പരപിതാവിൻ്റെ ക്രിസ്തുവാണ്. ആ ക്രിസ്തുവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ആ ശരീരത്തെ വിവേചിച്ചറിയാതെ, ക്രിസ്തുവിനെ ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നവരെ തൻ്റെ തന്നെയാണ് ശിക്ഷാവിധി ഉൾക്കൊള്ളുന്നത്. ഷെറിൻ വർഗീസ്, ഞാൻ കോട്ടയത്ത് നിന്നാണ് വരുന്നത്. മാതാവ് തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുവാനാണ് ഞാൻ ഇയാൾത്താരെ വന്ന് നിൽക്കുന്നത്. ആദ്യമായി ഞാൻ ഉടമ്പടി എടുത്തത് 21/11/2022 അതിനുശേഷം സത്യം പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റമാണ് സംഭവിച്ചത്. ഞാൻ നഴ്സിംഗ് കഴിഞ്ഞ് ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോഴായിരുന്നു ഞാൻ സൗദി പോമെട്രിക് എക്സാം എഴുതാൻ പോകുന്ന സമയത്ത് ഞാൻ 8 ദിവസം പഠിച്ചിട്ടായിരുന്നു ഞാൻ പോയത്. അപ്പം എനിക്ക് തന്ന ട്യൂട്ടറാണെങ്കിൽ പോലും എന്നോട് അഡൾട്ട് നഴ്സിംഗ് പഠിക്കണം എന്ന് പറഞ്ഞു. കൂടുതലായിട്ടൊന്നും പഠിക്കേണ്ട, ജസ്റ്റ് ടോപ്പിക്സ് മാത്രം മാഡം പറഞ്ഞു വന്നു. പക്ഷേ എന്നിട്ട് പിന്നെ മാഡം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല ടോപ്പിക്സും എന്നോട് ജസ്റ്റ് കവറപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ പോയി കാശിരൂപവും വിശുദ്ധ തൈലം ഉപയോഗിച്ചായിരുന്നു ഞാൻ അവിടെ പോയത്. അവിടെ പോയി ഞാൻ എക്സാം എഴുതുന്നതിന് മുമ്പ് തന്നെ ഞാൻ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഞാൻ ജസ്റ്റ് എൻ്റെ സിസ്റ്റം നോക്കുമ്പോഴത്തേക്കും എനിക്ക് ഒന്നും അറിയില്ലായിരുന്നു. ഞാൻ മാതാവിനോട് ഓരോ എക്സാം ക്വസ്റ്റ്യൻ എഴുതുമ്പോഴും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, മാതാവ് എനിക്ക് പറഞ്ഞു തരണേന്ന്. അപ്പോൾ ഒരു ഇൻവിജിലേറ്റർ വന്നിട്ട് എൻ്റെ കയ്യിലുള്ള കാശിരൂപം എന്നോട് പറഞ്ഞു ഇങ്ങനെ പിടിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ കാശിരൂപം എൻ്റെ ഡ്രസ്സിൻ്റെ ഉള്ളിലേക്ക് ആക്കിയിട്ട് ഞാൻ പിടിച്ചുകൊണ്ട് ഞാൻ എക്സാം എഴുതി റിസൾട്ട് വരാറായപ്പോൾ പോലും എല്ലാവരും എന്നോട് പറഞ്ഞു നീ ചെക്ക് ചെയ്യുക, നിൻ്റെ റിസൾട്ട് വന്നു നോക്കാൻ പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞു ഇല്ല, ഞാൻ പാസ്സാവൂല, ഉറപ്പായിട്ട് ഞാൻ പാസ്സാവൂല, അതുകൊണ്ട് ഞാൻ നോക്കൂല.
അപ്പം എൻ്റെ വീട്ടുകാരുടെ നിർബന്ധം പോലും എൻ്റെ ഹസ്ബൻഡ് നിർബന്ധം പോലും ഞാൻ നോക്കി. അവർ അത് റിസൾട്ട് വന്ന് 2 ദിവസം കഴിഞ്ഞിട്ടായിരുന്നു ഞാനത് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഉദ്ദേശിച്ചതിനേക്കാളും നല്ല മാർക്കോടുകൂടി മാതാവ് എനിക്ക് പാസ്സാക്കി തന്നിരുന്നു. പിന്നീട് ഞാൻ MOD എല്ലാവരും പറയും ഡിഫൻസിലൊക്കെ കിട്ടാൻ ഭയങ്കര പാടാണെന്ന് പറഞ്ഞു. പക്ഷെ മാതാവ് അവിടെ എനിക്കൊരു ഡിഫൻസ് ഹോസ്പിറ്റലിൽ, സൗദിയിലെ തന്നെ പ്രിൻസ് സുൽത്താൻ മിലിറ്ററി ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞിട്ട് 1200 ബെഡുള്ള ഒരു ഹോസ്പിറ്റലിൽ അവിടെ എനിക്ക് വർക്ക് ചെയ്യാൻ 2 വർഷക്കാലം വർക്ക് ചെയ്യാൻ എനിക്ക് അവിടെ സാധിച്ചു. അതിൻ്റെ ഇടയ്ക്ക് പല പ്രതിസന്ധികളും കടന്നു വന്നിട്ടുണ്ടെങ്കിലും അവിടെയൊക്കെ ഞാൻ മാതാവിനെ മുറുകി പിടിച്ചു. ഞാൻ ദിവസവും ഞാൻ ഡ്യൂട്ടിക്ക് പോകുമ്പോഴത്തേക്കും ഞാൻ ബൈബിളും കാശിരൂപവും വിശുദ്ധ തൈലവും ഉപയോഗിച്ചുകൊണ്ടായിരുന്നു ഞാൻ അവിടെ പോകുന്നത്. യൂഷ്വലി അവിടെ പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ സൗദി പേഷ്യൻസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ചെന്നിട്ട് ഒരിക്കലും അവർ മുന്നിൽ വെച്ച് എല്ലാ റൂമിലും ക്യാമറ കാണും. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും അവരുടെ മുന്നിൽ വെച്ച് നമുക്ക് കുരിശ് വരയ്ക്കാൻ പറ്റില്ല. ഞാൻ പേഷ്യൻസിന് കയറുമ്പോൾ തന്നെ പതുക്കെ അവർ കാണാതെ തന്നെ കുരിശ് വരച്ച് ഞാൻ പേഷ്യൻ്റ് കെയർ കൊടുക്കുകയുള്ളായിരുന്നു. പിന്നീട് ഞാൻ അവിടെ കോമ്പിറ്റൻസി അറ്റൻഡ് ചെയ്യുമ്പോഴായാലും പോലും ഇവിടുന്ന് പോകുമ്പോഴത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ആരും അറിയൂല. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് മാതാവ് എൻ്റെ ഹസ്ബൻഡിനെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഉടമ്പടി എടുത്ത ശേഷം ഹസ്ബൻഡിനെ എനിക്ക് കണ്ടുപിടിച്ച് തരുകയും അവിടെ തന്നെ ജോലി ചെയ്ത് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ഹസ്ബൻഡ് എനിക്ക് ചെയ്തു തരുകയും ചെയ്തു. ഈവൻ എനിക്ക് പൈസ അവിടുത്തെ ഒരു രൂപയ്ക്ക് വേണ്ടി നമ്മൾ എക്സ്ചേഞ്ചിൽ ചെന്ന് മാറേണ്ട സമയത്ത് ഹസ്ബൻഡ് തന്നെ എനിക്ക് ഇങ്ങോട്ട് പൈസ ഒരാളുടെ കൊടുത്തു വിടുകയും ആ വഴി ഞാൻ ആ പൈസ സൗദിയിൽ യൂസ് ചെയ്യുകയും ചെയ്തു. അത് കഴിഞ്ഞ് അവിടെ ചെന്നപ്പം തന്നെ എനിക്ക് അവിടെ ഹസ്ബൻഡ് വന്ന് എനിക്ക് എല്ലാ സാധനങ്ങളും കല്യാണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം എനിക്ക് എല്ലാ കാര്യങ്ങളും എനിക്ക് അവിടെ ചെയ്തു തരികയുണ്ടായി. പിന്നീട് ഞാൻ അവിടെ 2 വർഷക്കാലം നിന്നു. അതിനുശേഷം ഞാൻ അതിൻ്റെ ഇടയ്ക്ക് പല പ്രതിസന്ധികളും ഈ ഡ്യൂട്ടിയുടെ സമയത്തായാലും കടന്നു പോയിട്ടുണ്ടെങ്കിലും ഞാൻ അതിനെല്ലാം മാതാവിൻ്റെ വിശുദ്ധ തൈലം ഉപയോഗിക്കുക വഴി എനിക്ക് നല്ല അനുഗ്രഹം ലഭിച്ചു. പിന്നീട് എനിക്ക് പറയാനുള്ളത് ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്തോട്ട് മാറാൻ വേണ്ടി ഞാൻ എപ്പോഴും നോക്കുന്നുണ്ടായിരുന്നു. പക്ഷേ 2 വർഷം കോൺട്രാക്റ്റ് കഴിഞ്ഞിട്ട് പിന്നീട് ഇപ്പം നടന്നില്ലെങ്കിൽ നമുക്ക് പിന്നീട് 1 വർഷം കഴിഞ്ഞിട്ടേ ചെയ്യാൻ പറ്റുള്ളായിരുന്നു. പക്ഷേ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, ഞാൻ റിസൈൻ വെക്കാൻ പോവാണ്, മാതാവ് എനിക്ക് നല്ലൊരു ജോലി തരണം. ഈ ഒരു 3 മാസത്തിനുള്ളിൽ മാതാവ് എനിക്ക് ജോലി തന്നാലേ എനിക്ക് അവിടെ നിൽക്കാൻ പറ്റുള്ളൂ. അതും ഇക്കാമ ട്രാൻസ്ഫർ വഴിയാണ് എനിക്ക് അവിടെ നിൽക്കാൻ പറ്റിയത്. അതെന്ന് പറയുന്നത് തന്നെ ഒരു 100-ൽ 10% മാത്രം ആൾക്കാർ ചെയ്യുന്ന ഒരു കാര്യം. ഞങ്ങളുടെ HR പോലും ഞാൻ ചെന്നപ്പോൾ അവർക്ക് കൂടുതലായിട്ട് ഇതിനെപ്പറ്റി അറിയില്ല. കാരണം എപ്പോഴും വന്ന ആൾക്കാർ ചെയ്യുന്നില്ല. എല്ലാവരും നഴ്സുമാരായാലും അവരുടെ കമ്പാനിയെ കൊണ്ടുവരത്തേ ഉള്ളൂ. പക്ഷേ ഞാൻ ഇതങ്ങോട്ട് പോവുകയാണ്. ഞാൻ മാതാവിനെ മുറുകെ പിടിച്ചുകൊണ്ട് ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, നമുക്കൊരു തീരുമാനം എടുക്കാം, നമുക്ക് ഒരുമിച്ച് ജീവിക്കണം. അതിനുവേണ്ടി ഒരാൾ എന്തായാലും സാക്രിഫൈസ് ചെയ്തേ പറ്റൂ. അതിന് ഞാൻ തയ്യാറാണ്. അങ്ങനെ ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് ജോലി നോക്കി, റിസൈൻ ചെയ്തിട്ട് ഹസ്ബൻഡിൻ്റെ അടുത്ത് ജോലി നോക്കി അവിടെ എനിക്കൊരു ജോലി മാതാവ് നൽകുകയും ചെയ്തു. അപ്പം എല്ലാവരും എന്നോട് പറഞ്ഞു, നീ എക്സിറ്റ് അടിച്ച് പോയിട്ടേ നിനക്ക് തിരിച്ച് സൗദിയിൽ വരാൻ പറ്റുള്ളൂ, അല്ലാതെ നിനക്ക് വരാൻ പറ്റില്ല, നീ പിന്നെയും ഏജൻസി വഴി മുഖാന്തരം വരണം എന്നൊക്കെ പറഞ്ഞു. ഞാനാണെങ്കിൽ പല ഹോസ്പിറ്റലുകളിലും ഞാൻ മെയിൽ അയച്ചിട്ടും എനിക്ക് ഒരു റെസ്പോണ്ട് തന്നില്ല. പിന്നീട് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെയും മെയിൽ അയച്ചു, എന്നിട്ടും എനിക്ക് റെസ്പോണ്ട് ചെയ്യുന്നില്ല. പിന്നെ ഞാൻ മാതാവിനോട് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു, മാതാവേ 10-ാം തീയതി, ഈ സെപ്റ്റംബർ 10-ാം തീയതി എൻ്റെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ ആണ്, അതിന് മുമ്പ് എനിക്കൊരു അനുഗ്രഹമായിട്ട് മാതാവ് എനിക്ക് ഈ ഒരു ഗിഫ്റ്റ് തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഞാനും എൻ്റെ ഹസ്ബൻഡും കണ്ണീരോടെ പ്രാർത്ഥിച്ചതിന് ഫലമായിട്ട് മാതാവ് 7-ാം തീയതി എനിക്ക് അവിടെ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുകയും ഉച്ച കഴിഞ്ഞ് തന്നെ ഈവനിങ് ആയപ്പം തന്നെ എനിക്ക് ഓഫർ ലെറ്റർ കിട്ടുകയും ചെയ്തു. പിന്നീട് തന്നെ ഞങ്ങൾക്ക് ഈ 24-ാം തീയതി എനിക്ക് 14-ാം തീയതി ജോയിൻ ചെയ്യണമെന്ന് എന്നോട് പറഞ്ഞിട്ട് പോലും ഞാൻ അവരോട് പറഞ്ഞു, എനിക്ക് പറ്റില്ല, എനിക്ക് നാട്ടിൽ പോയി വരണം, 14-ാം തീയതി ജോയിൻ ചെയ്യേണ്ട എനിക്ക് അവർ 24-ാം തീയതിയിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ഒരു അനുവാദം തരികയും ചെയ്തു. ഇത്രയും ചെയ്തു തന്ന മാതാവിനും തിരുക്കുമാരും 1000 നന്ദി. ഇതുകൂടാതെ ഞാൻ കഴിഞ്ഞ ദിവസം ഒന്ന് വീഴുകയുണ്ടായി. വീട സമയത്താണെങ്കിൽ പോലും എല്ലായിടത്തും മാതാവിൻ്റെ ഒരു ശക്തി നമ്മളിൽ ഭയങ്കരമായിട്ട് നമുക്ക് ഭയങ്കര ഒരു സ്പിരിച്വാലിറ്റിയാണ് നമുക്ക് ഫീൽ ചെയ്യണത്. എല്ലായിടത്തും നമുക്ക് ഒരു ശക്തി ശരിക്കും നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ ഞാൻ വീഴുകയുണ്ടായി. ആ സമയത്താണെങ്കിൽ പോലും ഞാൻ
എൻ്റെ നടുവാണ് ഇടിച്ചത്. പക്ഷെ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഒരാപത്തും വരാതെ എന്നെ ഇവിടെ നിന്ന് രക്ഷിക്കണേന്ന് പ്രാർത്ഥിച്ച് ഞാൻ വിശുദ്ധ തൈലം ഉപയോഗിച്ചു. ആ വഴി എനിക്ക് വേദനകളെല്ലാം പൂർണ്ണമായിട്ട് മാറ്റി മാതാവ് എന്ന്. ഞാൻ നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളെല്ലാവരും മാതാവിനെ മുറുകെ പിടിച്ചോളൂ. മാതാവ് നിങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും മാതാവ് നിങ്ങൾക്ക് അനുഗ്രഹം തരുമെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. കാരുണ്യ പ്രവർത്തികളായിട്ട് ഞാൻ പത്രം കൊടുക്കാറുണ്ടായിരുന്നു. പിന്നെ ഓൺലൈൻ, ഇപ്പം ഞങ്ങൾക്ക് സൗദിയിൽ എന്ന് പറഞ്ഞാൽ ഫ്രൈഡേസിലാണ് നമ്മൾ കുർബാന കൂടാൻ പറ്റുക. ഞാൻ കുർബാന കൂടും ഓൺലൈൻ വഴി. ഞാൻ യൂട്യൂബ് വഴി ഞാൻ കാണാറുണ്ട് കുർബാന. ഓൺലൈൻ പള്ളിയുടെ എല്ലാം ഞാൻ കാണാറുണ്ട് കുർബാന. പാവപ്പെട്ടവർക്ക് ഞാൻ പൈസ ഗൂഗിൾ പേ വഴിയൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ ഞങ്ങളുടെ അവിടെ രോഗികളായിരിക്കുന്നവർക്കൊക്കെ ഞാൻ ഇതിനെപ്പറ്റി പറഞ്ഞു കൊടുക്കാറുണ്ട്. നമ്മൾ കൃപാസനത്തിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ, മാതാവിനെ പറ്റി, മാതാവ് തന്ന അനുഗ്രഹങ്ങളെ പറ്റിയും ഒരുപാട് പറഞ്ഞു കൊടുക്കാറുണ്ട്. അമ്മ മാതാവിനെ വിശ്വസിക്കും. ഒരുപാട് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് ടൈനി ജെയിംസ്. ഞാൻ ചേരാനെല്ലൂർ ഇടവകയിൽ നിന്ന് വരുന്നു. എൻ്റെ ഭർത്താവ് ജെയിംസ്, മകൾ നിലീന ജെയിംസ്, മകൻ നോയൽ ജെയിംസ്. ഞാൻ 2021 ഡിസംബർ 4-ാം തീയതിയാണ് ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് തന്നെ ഞാൻ ഈ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരുങ്ങിയിരുന്നു. പ്രഭാത പ്രാർത്ഥനയ്ക്കായി എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നത് കൊണ്ട് ഞാൻ 6 മാസം മുൻപ് തന്നെ 3 മണിക്ക് ഉണർന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഉടമ്പടി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലാൻ തുടങ്ങി. 1 മണിക്കൂർ പ്രാർത്ഥിക്കുമായിരുന്നു. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചിരുന്നു. എൻ്റെ ഉടമ്പടിയുടെ ദിവസം തന്നെ, ഉടമ്പടിയുടെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ അച്ഛൻ്റെ കൈവയ്പ്പ് ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇവിടെ വന്നു. എൻ്റെ ഭർത്താവിന് 2 വർഷം മുൻപ് ഒരു ആക്സിഡൻ്റ് ഉണ്ടായിരുന്നു. അന്ന് ഷോൾഡറിനൊരു സർജറി ചെയ്തതിന് ശേഷം ഷോൾഡറിൻ്റെ എല്ല് ഉന്തി വരുമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ തെന്നി മാറുമ്പോൾ അദ്ദേഹത്തിന് വളരെ വേദനയുണ്ടായിരുന്നു. അച്ഛൻ്റെ കൈവയ്പ്പ് ശുശ്രൂഷയിലൂടെ അന്ന് തന്നെ പിന്നീട് ഒരിക്കലും ആ വേദന, ആ എല്ല് തെന്നി മാറുകയോ വേദന ഉണ്ടാവുകയോ ചെയ്തിട്ടില്ല. ഹസ്ബൻഡിന് 34 വർഷം മുൻപുണ്ടായിരുന്ന സ്ഥിരമായി മരുന്ന് ഉപയോഗിച്ചിരുന്നു, മൈഗ്രെയിൻ, തലവേദന. അതോടെ മാറിക്കിട്ടി. അന്ന് ഞങ്ങൾ വിശുദ്ധ തൈലവും വിശുദ്ധ വസ്തുക്കളായ ഉപ്പും തൈലവും ഉപയോഗിച്ചിരുന്നു. അതുമൂലമാണ് ആ മൈഗ്രെയിൻ എന്ന അസുഖം മാറിക്കിട്ടിയത്. സ്ഥിരമായി മൂക്കടപ്പുണ്ടാകുമായിരുന്നു, അത് മാറിക്കിട്ടി. ഉടമ്പടിയെടുത്ത് ഞാൻ ചെന്നതിന് ശേഷം എൻ്റെ കാലിൽ 4 വർഷമായി എക്സിമ എന്നൊരസുഖമുണ്ടായിരുന്നു. അത് മാറില്ല എന്ന് ഡോക്ടർ പറഞ്ഞിരുന്നതാണ്. കാലിൻ്റെ അടിയിൽ കുമിളകൾ പോലെ വന്ന് പൊട്ടി ഒഴുക്കുന്ന അസുഖമായിരുന്നു അത്. വളരെ വൃത്തിഹീനമായിരുന്നു എൻ്റെ കാലുകൾ കാണാനായിട്ട്. ആ ഉടമ്പടി സന്ധ്യപ്രാർത്ഥനയ്ക്ക് ശേഷം ഞാൻ ഉടമ്പടി തൈലം തേച്ച് ഒരിക്കലും ഞാനത് മാറണമെന്ന് പ്രാർത്ഥിച്ചിട്ടില്ല. കാരണം എനിക്ക് ഒരുപാട് വേറെ നിയോഗങ്ങളുണ്ടായിരുന്നു. ആദ്യത്തെ ആഴ്ച തന്നെ എൻ്റെ കാലിൽ ആ തൈലം പുരട്ടിയ നിമിഷം മുതൽ എൻ്റെ അസുഖം മാറിക്കിട്ടി. ഒരാഴ്ച കഴിയുമ്പോഴാണ് ഞാൻ അറിയുന്നത് എൻ്റെ കാലിലെ അസുഖങ്ങൾ മാറി എന്നുള്ളത് തിരിച്ചറിയാൻ എനിക്ക് സാധിച്ചത്. ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ആ മരുന്ന് പുരട്ടാൻ മറന്നു പോകുമായിരുന്നു. അമ്മയും തിരുക്കുമാരനും എനിക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ 30 വർഷമായി ഞാൻ തുമ്മൽ എന്ന അലർജി മൂലമുള്ള അസുഖം, ഞാൻ കണ്ണു തുറന്നാൽ തുമ്മിക്കൊണ്ടാണ് എഴുന്നേൽക്കുന്നത്. മൂക്കിൽ നിന്നിങ്ങനെ എപ്പോഴും ഒലിച്ചുകൊണ്ടേയിരിക്കും. 3-4 കർച്ചീഫ് എനിക്കൊരു ദിവസം വേണമായിരുന്നു. ഈ വിശുദ്ധ തൈലം ശിരസിൽ പുരട്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി 30 വർഷമായി എനിക്കുണ്ടായിരുന്ന ആ അലർജി എന്നിൽ നിന്ന് മാറിക്കിട്ടി. അമ്മയ്ക്കും തിരുക്കുമാരനും ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. എനിക്ക് ഒരു ഭവനം വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. എൻ്റെ ഉണ്ടായിരുന്ന ഭവനത്തിന് സ്ഥലപരിമിതി ഉണ്ടായിരുന്നു. ഒരു നല്ല ഭവനത്തിന് വേണ്ടി ഞാൻ ആഗ്രഹിച്ച് ഉടമ്പടിയിൽ ഞാൻ നിയോഗം വെച്ചിരുന്നു. ഡിസംബർ 4-ാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുത്തതെങ്കിൽ അടുത്ത ഫെബ്രുവരി 10-ാം തീയതി എൻ്റെ വീടിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. കാരണം എനിക്ക് വീട് പുതുക്കി പണിയാനുള്ള എല്ലാ സാഹചര്യങ്ങളും മാതാവ് എനിക്ക് ഒരുക്കി തന്നു. എനിക്ക് താമസിക്കുന്നതിന് വേണ്ടി എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ഒരു ഭവനം വാടക കൊടുക്കാതെ താമസിക്കാൻ അമ്മ മാതാവ് എനിക്ക് ഇടം നൽകിക്കൊണ്ട് എന്നെ അനുഗ്രഹിച്ചു. പുരപണി തുടങ്ങി. കറക്റ്റ് ഫെബ്രുവരി 10-ാം തീയതിയാണ് ഞങ്ങൾ വീട് മാറി താമസിച്ചത്. മാർച്ച് 2-ാം തീയതി മാർച്ച് മാസം പണി തുടങ്ങിയെങ്കിലും പിറ്റേ ഫെബ്രുവരി 5-ന് മുൻപ് 10-ന് മുൻപ് താമസിക്കണമെന്ന് ഞാൻ മാതാവിനോട് ഒരു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. അമ്മേ മാതാവേ, ഞാൻ 10-ാം തീയതിയാണ് എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. എനിക്ക് അടുത്ത ഫെബ്രുവരി 5-ാം തീയതി എനിക്ക് താമസിക്കണമെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു. അമ്മ എനിക്ക് കറക്റ്റായിട്ട് ഫെബ്രുവരി 5-ാം തീയതി തന്നെ താമസിക്കാൻ 1 വർഷം കൊണ്ട് എല്ലാ സൗകര്യങ്ങളോടും കൂടിയ നല്ലൊരു ഭവനം നൽകി അമ്മ മാതാവ് എന്നെയും എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിച്ചു. അമ്മയ്ക്കും തിരുക്കുമാരൻ ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ മകൾ ഡിഗ്രിക്ക് ഒരു പേപ്പറിന് ഫെയിലായി. അവളത് സപ്ലി എഴുതി.
പക്ഷേ അവൾ വീണ്ടും ഒരു മാർക്കിന് ഫെയിലായി. ഞാൻ ഉടമ്പടിയിൽ നിയോഗം വെച്ചിട്ട് മോളോട് പറഞ്ഞു, മോളെ നീ ഇനി റീവാലുവേഷന് കൊടുത്താൽ മതി, എക്സാമിന് എഴുതണ്ട. അമ്മ മാതാവ് അനുഗ്രഹിച്ച് അവൾ റീവാലുവേഷന് കൊടുത്തപ്പോൾ അവൾ അതിന് പാസ്സായി. അവൾക്ക് അസിഡിറ്റി എന്ന അസുഖമുണ്ടായിരുന്നു. ഞാൻ എല്ലാ ദിവസവും ഉടമ്പടി തൈലം വയറ്റത്ത് പുരട്ടി കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അവളുടെ അസിഡിറ്റി മാറിക്കിട്ടി. എൻ്റെ മക്കളെന്നും പുറത്തേക്ക് പോകുമ്പോൾ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, അമ്മ മാതാവേ, അമ്മയുടെ നീലാങ്കിക്കുള്ളിൽ അവരെ പൊതിഞ്ഞ് സൂക്ഷിക്കണമേ എന്ന്. ഒരു ദിവസം അവൾ 2 പ്രാവശ്യം അവൾക്ക് വണ്ടി ആക്സിഡൻ്റ് ഉണ്ടായി. 2 പ്രാവശ്യവും അവൾക്ക് ഫ്രാക്ചറൊന്നും കൂടാതെ അവളെ മാതാവ് കാത്തു സൂക്ഷിച്ചു. അതെല്ലാം അമ്മയുടെ അനുഗ്രഹം കൊണ്ട് ഒന്ന് മാത്രമാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് അമ്മയ്ക്കും തിരുക്കുമാരനും ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ മകൻ 10th പഠിക്കുമ്പോൾ പഠിക്കാൻ വളരെ മോശമായിരുന്നു. അവന് എക്സാമിൽ എല്ലാത്തിനും വളരെ കുറവ് മാർക്കുകളാണ് ഉണ്ടായിരുന്നത്. ഞാൻ അവന് വേണ്ടി എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. എല്ലാ ദിവസവും ഉടമ്പടി തൈലം നെറ്റത്ത് തേച്ച് പ്രാർത്ഥിക്കും. എക്സാമിന് പോകുമ്പോൾ ഞാൻ ഉടമ്പടി തൈലം പുരട്ടി കൊടുക്കുകയും ഉടമ്പടി കാശുരൂപം പോക്കറ്റിൽ കുത്തി കൊടുക്കുകയും ചെയ്യും. എന്നിട്ട് അവൻ എക്സാമിന് പോകുന്ന സമയത്ത് ഞാൻ മുട്ടിൽ നിന്ന് ജപമാല ചൊല്ലും. അവൻ്റെ എക്സാം സ്റ്റാർട്ട് ചെയ്ത് കഴിയുന്ന സമയത്ത് മാത്രമാണ് ഞാൻ ജപമാല തീർക്കുകയുള്ളൂ. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എൻ്റെ മകന് 10th 92% മാർക്ക് നൽകി അമ്മ മാതാവ് അവനെ അനുഗ്രഹിച്ചു. അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. ഇന്ന് അവൻ BCAക്ക് പഠിക്കുന്നു. അമ്മ എനിക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ കോടാനുകോടി നന്ദി പറയുന്നതോടൊപ്പം അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി പറയുന്നതോടൊപ്പം എനിക്കും മറ്റുള്ളവർക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെന്ന് പറഞ്ഞാൽ എല്ലാ മാസത്തിൻ്റെയും 1-ാം തീയതി ഹസ്ബൻഡ് ഇവിടെ വന്ന് പത്രം വാങ്ങിക്കും. അത് ചിലപ്പോൾ 5 കെട്ട് 10 കെട്ട്, ചിലപ്പോൾ ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ അതില്ലാത്ത പോലെ 1-2 കെട്ട് പത്രം വാങ്ങിച്ച് ബസ് സ്റ്റാൻഡുകളിലും ഓട്ടോ സ്റ്റാൻഡുകളിലും വീടുകൾ തോറും കടകൾ തോറും കയറിയിറങ്ങി ഞങ്ങൾ കൊടുക്കാറുണ്ട്. എനിക്കൊരു ചെറിയ ഷോപ്പാണ്. ഷോപ്പിൽ ഞാൻ കുറച്ച് പത്രം കൊണ്ട് വയ്ക്കും. അവിടെ ഇരുന്ന കസ്റ്റമേഴ്സിനോട് എനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെക്കുറിച്ച് ഞാൻ പറയാറുണ്ട്. ഞങ്ങളുടെ ഉടമ്പടി ഞങ്ങൾ പറഞ്ഞതനുസരിച്ച് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് കുറച്ച് പേരുണ്ട്. അവർക്ക് ആവശ്യമായ പത്രങ്ങളും ചേട്ടൻ വാങ്ങിച്ചുകൊണ്ട് വരും. അവർ പൈസ തരും, ഞങ്ങൾ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കും. സാക്ഷ്യങ്ങളും പിന്നെ ഇവിടുത്തെ ഉടമ്പടി ധ്യാനവും എല്ലാവർക്കും ഷെയർ ചെയ്യുകയും സ്റ്റാറ്റസ് ഇടുകയും ചെയ്യും. ഉടമ്പടി ധ്യാനം ചൊവ്വാഴ്ചകളിൽ തന്നെ കൃത്യമായി കൂടാനായിട്ട് ഞങ്ങൾ ശ്രമിക്കാറുണ്ട്. ഞങ്ങൾ സന്ധ്യപ്രാർത്ഥനകളെല്ലാം കൃത്യമായിട്ട് ചൊല്ലും. ഒരു ദിവസം പോലും ഞങ്ങൾ മുടക്കാറില്ല. ഡെയിലി ബ്രെഡും സന്ധ്യപ്രാർത്ഥനയും ഞങ്ങൾ കറക്റ്റായിട്ട് ചെല്ലാറുണ്ട്. എല്ലാ ദിവസവും 2 മണിക്കൂർ ബൈബിൾ വായിക്കാറുണ്ട്. ഞാനും എൻ്റെ കുടുംബവും എല്ലാ ദിവസവും ഉടമ്പടി എടുത്തതിന് ശേഷമാണ് എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകാൻ തുടങ്ങിയത്. 2 ആഴ്ച കൂടുമ്പോൾ ഞങ്ങൾ കുമ്പസാരിക്കും. എല്ലാ ദിവസവും കുർബാന സ്വീകരിക്കും. ഇതാണ് ഞങ്ങളുടെ ഡെയിലിയുള്ള ഉടമ്പടി ലഭിച്ചതിന് ശേഷം ഞങ്ങൾക്കുണ്ടായ ആത്മീയമായ ഉണർവ്. ഞങ്ങളുടെ കാരുണ്യ പ്രവൃത്തികളെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചേട്ടൻ എല്ലായ്പ്പോഴും ദശാംശം മാറ്റിവെക്കാറുണ്ട്. ആ ദശാംശം കൂട്ടിവെക്കുന്ന പൈസ കൊണ്ട് ഞങ്ങൾ ഭക്ഷണമുണ്ടാക്കും. ഞാനും ഹസ്ബൻഡും പിള്ളേരും കൂടെ ഭക്ഷണമുണ്ടാക്കി ഞങ്ങൾ ഒരുമിച്ച് പൊതിഞ്ഞ് 30 അതിലധികം പൊതികളായിട്ട് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലും റോഡ് സൈഡിലും കൊണ്ടുപോയി കൊടുക്കും. പിന്നെ കിഡ്നി പേഷ്യൻസിനും ക്യാൻസർ പേഷ്യൻസിനും ഞങ്ങളുടെ സഹായം ആവശ്യമാണെന്ന് ഞങ്ങൾക്ക് തോന്നുന്നവർക്ക് ഞങ്ങളെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ ഞങ്ങൾ സഹായിക്കാറുണ്ട്. ഇതെല്ലാമാണ് ഞങ്ങളുടെ കാരുണ്യ പ്രവൃത്തികൾ. അമ്മയും തിരുക്കുമാരനും ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. ഞങ്ങൾക്ക് തന്നതും തരാനിരിക്കുന്നതുമായ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ പ്രാർത്ഥിച്ച മറ്റുള്ളവർക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾക്കും എല്ലാത്തിനും വേണ്ടി ഒരിക്കൽ കൂടി പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ചുരുക്കുന്നു. എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി ഞാൻ പറയുന്നു. എൻ്റെ ഇത്രയും 34 വർഷം ആയിരുന്ന മൈഗ്രെയിൻ മാറ്റി തന്നതിനോർത്തും അതേപോലെ എൻ്റെ ദിനചരി ഒരാഴ്ചയിൽ ഒരു 3 ദിവസമെങ്കിലും ഞാൻ ഗുളിക കഴിക്കുമായിരുന്നു. അത് പല വിധത്തിലുള്ള സ്ട്രോങ് കൂടിയ ഗുളികയാണ് ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത് വെച്ചത്. അതിൽ നിന്നെല്ലാം എനിക്ക് മോചനം ആ സൗഖ്യം തന്നതിനോർത്ത് ഞാൻ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരുപാട് നന്ദി പറയുന്നു. ഇതുവരെ എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും മാതാവിനും യേശുവിനും അമ്മയുടെ അൾത്താരയിൽ അമ്മയുടെ പ്രതിഷേധത്തിൻ്റെ സാക്ഷിയായി ഇവിടെ നിൽക്കാൻ സാധിച്ചതിൽ മാതാവിനോടും ഈശോയോടും നന്ദി പറയുന്നു. എൻ്റെ പേര് അശ്വതി. ഞാൻ മാവേലിക്കരയിൽ നിന്നാണ് വരുന്നത്. ഞാനൊരു ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ എറണാകുളത്തായിരുന്നു എൻ്റെ ജർമ്മൻ ഭാഷ പഠിച്ചുകൊണ്ടിരുന്നത്.
ഞാൻ B1 എത്തിയപ്പോൾ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു പുതിയൊരു നിയമം വന്നു. ഞാൻ ആദ്യമായിട്ട് ഇവിടെ ഉടമ്പടി എടുക്കുന്നത് ജൂലൈ മാസം 2024 ഞാൻ ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ B1 എത്തിയപ്പോൾ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു പുതിയൊരു നിയമം വന്നു. നിങ്ങൾ B1 തോക്കുവാണെങ്കിൽ ഒന്നും കൂടെ ആ ലെവലിൻ്റെ ഫീസ് അടച്ച് ഒന്നും കൂടെ ആ ലെവൽ പഠിക്കണമെന്ന്. അതെന്നെ സംബന്ധിച്ചോളം വലിയൊരു ബുദ്ധിമുട്ടായിരുന്നു. ഫീസ് ഒന്നും കൂടെ അടയ്ക്കണം, സമയം നഷ്ടപ്പെടും. അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, അമ്മ എന്നെ നീ പാസ്സാക്കണം, എനിക്ക് എൻ്റെ മെറിറ്റ് കൊണ്ട് ഞാൻ പാസ്സാവത്തില്ല, അമ്മ എന്നെ പാസ്സാക്കണമെന്ന് പറഞ്ഞ് അമ്മയുടെ നേർച്ച വസ്തുവായ ഉപ്പും തൈലവും പെരട്ടി ഞാൻ എക്സാം ഹാളിൽ കയറി. അപ്പോൾ എൻ്റെ തൊട്ടപ്പുറത്തൊരു കുട്ടി ഇരിപ്പുണ്ട്. എക്സാം സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് ഞങ്ങൾക്ക് ഹിയറിംഗ് ആയിരുന്നു. അപ്പോൾ എൻ്റെ തൊട്ടപ്പുറത്തിരുന്ന കുട്ടി എന്ന് പറയുന്നത് ഓൾറെഡി ഈ ക്വസ്റ്റ്യൻ നേരത്തെ ചെയ്തിട്ടുള്ളത് കൊണ്ട് അവൾക്ക് അതിൻ്റെ ആൻസേഴ്സ് എല്ലാം അറിയായിരുന്നു. എനിക്കാണെങ്കിൽ ഞാൻ ആദ്യമായിട്ട് കേട്ട് കിളി പാറിയിരിക്കുക, എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. അമ്മയുടെ കാശ് രൂപ ഞാൻ എൻ്റെ ഡ്രസ്സിൽ പിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓരോ ഹിയറിംഗ് കേൾക്കുമ്പോഴും ഞാൻ മാതാവിൻ്റെ കാശ് രൂപത്തിൽ പിടിച്ചിട്ട് ഓരോന്ന് ടിക്ക് ചെയ്ത് പോയി. ഹിയറിംഗ് പോർഷൻ കഴിഞ്ഞു. അപ്പോൾ എൻ്റെ തൊട്ടപ്പുറത്തിരുന്ന കുട്ടി എൻ്റെ പേപ്പറിൽ ഇങ്ങനെ നോക്കിയിട്ട് ഒരു റിയാക്ഷൻ ഇട്ടു, നിൻ്റെ എല്ലാം തെറ്റാണ്. കാരണം അവൾക്ക് ഓൾറെഡി ആൻസർ എല്ലാത്തിൻ്റെ അറിയാം. എൻ്റെ എല്ലാം തെറ്റാന്നുള്ള രീതിയിലൊരു റിയാക്ഷൻ എൻ്റെ അടുത്ത് കാണിച്ചു. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം വന്ന്, ഞാൻ തോറ്റുപോവോ, എൻ്റെ അച്ഛനും അമ്മയും വീണ്ടും ഇനി പൈസ അടച്ച് എന്നെ പഠിപ്പിക്കണമെന്ന് എനിക്ക് ഭയങ്കര വിഷമം തോന്നി. എൻ്റെ കണ്ണ് നിറഞ്ഞു അവിടെ നിന്നപ്പോൾ. അടുത്ത പോർഷൻ എന്ന് പറയുന്നത് റൈറ്റിംഗ് ആയിരുന്നു. അച്ഛൻ പലപ്പോഴും ധ്യാനത്തിൽ പറഞ്ഞിട്ടുണ്ട്, മാതാവ് നമ്മുടെ കൂടെ ഉള്ളപ്പോൾ നമുക്ക് മനസ്സിൽ ആരൊക്കെയോ നമുക്ക് ആൻസർ പറഞ്ഞു തരുമെന്ന്. അത് അപ്പോൾ എനിക്ക് ഫീൽ ചെയ്ത്, എപ്പോൾ റൈറ്റിംഗ് എഴുതിയാലും തെറ്റും വെട്ടും വീണ്ടും റിപ്പീറ്റ് ആദ്യം തൊട്ട് എഴുതേണ്ട എനിക്ക് അന്ന് 2 ഇമെയിൽ ഒരു വെട്ടോ ഒരു തെറ്റോ ഇല്ലാതെ 2 എണ്ണം ആരോ എനിക്ക് പറഞ്ഞു തരുന്ന പോലെ ഞാൻ ഇരുന്ന് എഴുതി തീർത്ത്. എന്നിട്ട് ഞാൻ തന്നെ അതിശയിച്ച് നോക്കി, ഇത് ഞാൻ തന്നെ ആണോ എഴുതിയതെന്ന്. അങ്ങനെ എൻ്റെ B1 ഇൻസ്റ്റിറ്റ്യൂട്ട് എക്സാം കഴിഞ്ഞു. ഞാൻ വെളിയിൽ വന്നപ്പോൾ കുട്ടികളെല്ലാം ആൻസർ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യുക. അപ്പോൾ അവരെല്ലാം പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്. അവർ പറഞ്ഞൊന്നും അല്ല ഞാൻ ടിക്ക് ചെയ്തേക്കുന്നത്, എൻ്റെ എല്ലാം തെറ്റാണ്. അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, അമ്മേ നീ എന്നെ തോപ്പിക്കരുത്, എൻ്റെ കയ്യിൽ വീണ്ടും അടയ്ക്കാൻ പൈസയില്ല, സമയമില്ല, നീ ജയിപ്പിക്കണേ എന്ന് അമ്മയോട് കരഞ്ഞു തന്നെ പ്രാർത്ഥിച്ചു. റിസൾട്ട് വന്നപ്പോൾ എൻ്റെ ക്ലാസ്സിൽ ആകെ 2 കുട്ടികൾക്കാണ് എല്ലാ മൊഡ്യൂളിനും പാസ്സായത്. അതിലൊരു വ്യക്തി ഞാനായിരുന്നു. എൻ്റെ തൊട്ടപ്പുറത്തിരുന്ന് എൻ്റെ ആൻസർ തെറ്റാന്ന് റിയാക്ഷൻ ഇട്ട കുട്ടിക്ക് പോലും ആ ഹിയറിങ്ങിന് ബ്ലൂ കിട്ടിയപ്പോൾ അതിലും ഹൈ മാർക്കോടെ ഗ്രീൻ തന്ന് മാതാവ് എന്നെ പാസ്സാക്കി. അതായിരുന്നു എൻ്റെ ആദ്യത്തെ മാതാവിനോടുള്ളൊരു അനുഗ്രഹം കിട്ടിയത്. പിന്നെ ഞാൻ B2 പഠിച്ചു. B2 ഇൻ്റർനാഷണൽ എക്സാം എഴുതാൻ കോയമ്പത്തൂർ പോയി. അതിന് മുമ്പ് B2 നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മോക്ക് എക്സാം നടത്തി. അപ്പോൾ ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഏറ്റവും എല്ലാം കണ്ടക്ട് ചെയ്യുന്ന ഒരു ടീച്ചറുണ്ട്. ടീച്ചർ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു, നീ B2 ഇൻ്റർനാഷണൽ എക്സാം ഫെയിലായി പോവടി എന്ന് പറഞ്ഞു. അതെനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. ഞാൻ നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, എന്നിട്ടും ടീച്ചർ എന്തുകൊണ്ട് എൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞു എന്നോർത്ത് എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. ആ സമയങ്ങളിൽ എനിക്ക് തന്നെ തോന്നി, ഞാൻ ക്ലാസ്സിൽ ചെയ്യുമ്പോൾ എനിക്ക് അതുപോലെ നല്ലപോലെ മാർക്ക് കിട്ടുന്നില്ല, സമയത്തിനുള്ളിൽ എനിക്ക് ചെയ്ത് തീർക്കാൻ പറ്റും. അപ്പോൾ എനിക്ക് തന്നെ എന്നോട് സംശയം തോന്നി, എൻ്റെ മെറിറ്റ് കൊണ്ട് എനിക്ക് പാസ്സാവാൻ പറ്റത്തില്ല. മാതാവിനെ വീണ്ടും ഞാൻ വിളിച്ചു, കരഞ്ഞു പ്രാർത്ഥിച്ചു, അമ്മേ നീ എന്നെ പാസ്സാക്കണം, എൻ്റെ വീട്ടിലെ അവസ്ഥ നിനക്കറിയാം, നീ തോപ്പിക്കരുതെന്ന് പറഞ്ഞ് കോയമ്പത്തൂർ പോയി. ഞാനും എൻ്റെ അമ്മയും കൂടാണ് കോയമ്പത്തൂർ പോയത്. എക്സാമിന് അമ്മയുടെ നേർച്ച വസ്തുക്കളായ തൈലവും കാശുരൂപവും എല്ലാം പെരട്ടി പ്രാർത്ഥിച്ച് തന്നെ കയറി. ഫസ്റ്റിലത്തെ സ്പീക്കിംഗ് ആയിരുന്നു. എന്താണെന്നറിയില്ല, ഇൻ്റർനാഷണൽ എക്സാം ആയിട്ട് പോലും അന്ന് വെറും 6 പേരായിരുന്നു എക്സാമിനുണ്ടായിരുന്നത്. അപ്പോൾ സ്പീക്കിംഗ് എന്ന് പറയുമ്പോൾ 2 പാർട്ട്നേഴ്സ് വെച്ചാണ്, അങ്ങനെ 3 ടീമായിരുന്നു ഉണ്ടായിരുന്നത്. ഫസ്റ്റ് ഒരു ടീമിനെ വിളിച്ചു, അവർ കഴിഞ്ഞു. സെക്കൻഡായിരുന്നു ഞാനും എൻ്റെ പാർട്ട്ണറും. ഞങ്ങൾ ചെന്നു, ഞങ്ങൾക്കൊരു ടോപ്പിക്ക് കിട്ടി. ഞാൻ ഇതുവരെ ജർമ്മൻ പഠിച്ചിട്ട് ഞാൻ ഇതുവരെ കേൾക്കാത്തൊരു ടോപ്പിക്കാണ് എനിക്ക് അന്ന് കിട്ടിയത്. എനിക്ക് വായിച്ചിട്ടൊന്നും മനസ്സിലാവുന്നില്ല. എനിക്ക് ശരിക്കും സങ്കടം വന്ന് ഞാൻ അവിടെ നിന്ന് കരഞ്ഞു. അമ്മ എന്തുകൊണ്ടാണ് എൻ്റെ അടുത്ത് ഇങ്ങനെ ചെയ്തത്, ഞാൻ പ്രാർത്ഥിച്ചിട്ടൊന്ന് വിചാരിച്ചു. പക്ഷേ സ്പീക്കിങ്ങിന് ഞങ്ങളെ വിളിച്ചു. പാർട്ണറും ഞാനും സംസാരിച്ചു. സ്പീക്കിംഗ് 3 ടൈലാണുള്ളത്. ഫസ്റ്റ് പാർട്ടെന്ന് പറയുന്നത് പ്രസൻറ്റേഷനാണ്. എൻ്റെ പാർട്ണർ പ്രസൻറ്റേഷൻ ചെയ്തു. എക്സാമിനർ ക്വസ്റ്റ്യൻ ചോദിച്ചു, ഭയങ്കര എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു, ഓക്കെ എന്നോട് എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഞാൻ പ്രസൻറ്റേഷൻ ചെയ്തു. എന്നോട്
ക്വസ്റ്റ്യൻ ചോദിച്ചു. പക്ഷേ ഇതുവരെ എനിക്കറിയില്ല അവർ ചോദിച്ച ക്വസ്റ്റ്യൻ എന്താണെന്ന്. ഞാൻ ഒന്നും പറഞ്ഞില്ല. അവർ സ്റ്റോപ്പ് ചെയ്തു. രണ്ടാമത്തെ ടൈൽ കയറി ഡിസ്കഷൻ ആയിരുന്നു. സംസാരിച്ചു. ഞങ്ങൾ രണ്ടുപേരും സംസാരിച്ച് എങ്ങും എത്തുന്നില്ല. എക്സാമിന് പറഞ്ഞു, നിർത്താൻ പറഞ്ഞു. അവിടെ നിർത്തി. ആ ടൈലും പോയി. മൂന്നാമത്തെ പാട്ടെന്ന് പറയുന്നത് വീണ്ടും ഒരു ഡിസ്കഷൻ. അതെനിക്കൊരു കോൺഫിഡൻസ് വന്നു. ഞാൻ നല്ലപോലെ പറയുമെന്ന് പറഞ്ഞു. ഞാൻ നല്ലപോലെ പറഞ്ഞു. ആ ടൈലിൽ എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ സ്പീക്കിംഗ് കഴിഞ്ഞ് ഈ 3 ടീമിനെയും ഒരു റൂമിൽ കയറ്റിയിരുത്തി റിട്ടേൺ എക്സാമിന് മുമ്പായിട്ട്. അപ്പം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടിയ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തപ്പോൾ എനിക്കും എൻ്റെ പാർട്ട്ണറിനും ഒഴികെ കിട്ടിയ ബാക്കി എല്ലാ ടീമിനും ഒരേ ക്വസ്റ്റ്യനാണ് കിട്ടിയത്. ആ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ജർമ്മൻ ഭാഷ പഠിക്കാൻ തുടങ്ങിയ അന്ന് മുതൽ ഞങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഡിസ്കസ് ചെയ്ത് കാണാപ്പാടമായിട്ടുള്ളൊരു ടോപ്പിക്കായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം വന്ന്, അമ്മേ എല്ലാവർക്കും അത് കൊടുത്തിട്ട് നീ എനിക്കും എൻ്റെ പാർട്ട്ണറിനും മാത്രം ഞാൻ ഇതുവരെ കേൾക്കാത്തൊരു ടോപ്പിക്ക് തന്ന്. ഞാൻ കരഞ്ഞു, ശരിക്കും കരഞ്ഞു. കരഞ്ഞുകൊണ്ടാണ് ഞാൻ റിട്ടേൺ എക്സാമിന് കയറിയത്. അവിടെ ആണെങ്കിലും ഞാൻ മാതാവിൻ്റെ കാശുരൂപം ഇങ്ങനെ പിടിച്ചിട്ട് ഓരോന്ന് ടിക്ക് ചെയ്ത് എഴുതി. എനിക്കറിയില്ല, എൻ്റെ മനസ്സ് ഫുൾ വിഷമമായിട്ട് ഞാൻ തോക്കുമോ എന്നുള്ള രീതിയിൽ തന്നെ എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങി. എൻ്റെ അമ്മ വെളിയിൽ ഇരിപ്പുണ്ടായിരുന്നു. അമ്മ എന്നോട് ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഞാൻ തോക്കും അമ്മേ എന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അപ്പം എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, നീ വിഷമിക്കേണ്ട, നിൻ്റെ മാതാവ് നിന്നെ പരീക്ഷിക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അല്ല, ഞാൻ തോക്കുമെന്ന് പറഞ്ഞു. 1 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ റിസൾട്ട് വന്നു. അത്ഭുതം എന്ന് പറയട്ടെ, അന്ന് എക്സാം എഴുതിയത് ഞാൻ ഒരാൾ മാത്രമാണ് പാസ്സായത്. അതിലും എന്നെ അത്ഭുതപ്പെടുത്തിയത് സ്പീക്കിംഗ് ഏത് 2 പാർട്ടാണോ ഞാൻ തോക്കും, എനിക്ക് പാസ്സാവില്ല എന്ന് പറഞ്ഞ എക്സാമിന് നിർത്തിയത്, ആ 2 പാർട്ടിനും എനിക്ക് നല്ല മാർക്കും. ഏത് പാർട്ടാണോ ഞാൻ നല്ലപോലെ പറഞ്ഞത് എനിക്ക് കോൺഫിഡൻസ് തോന്നിയത്, അതിലെനിക്ക് കുറവ് മാർക്കുമായിരുന്നു. അപ്പം തന്നെ മനസ്സിലായി ഇത് എൻ്റെ മെറിറ്റ് കൊണ്ടല്ല, മാതാവിൻ്റെ ഈശോയുടെയും കൃപ കൊണ്ടാണ് ഞാൻ പാസ്സായെന്ന്. പിന്നെ ഞാൻ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു. അവിടെ എനിക്ക് കുറേ തടസ്സങ്ങളും പരീക്ഷണങ്ങളും നേരിട്ടു. പക്ഷെ ഞാൻ തളർന്നില്ല. എവരി ഡിലേ ഈസ് എ ബ്ലെസ്സിങ് എന്ന് വിചാരിച്ചു. മാതാവ് ഈശോയും എനിക്ക് എന്തോ നല്ലത് ജർമ്മനിയിൽ വെച്ചിട്ടുണ്ടെന്ന് തന്നെ വിശ്വസിച്ചു. പിന്നെ ഞാൻ ഓഗസ്റ്റ് 15 ആയപ്പോൾ ഇവിടെ വന്ന് എൻ്റെ 4ാമത്തെ ഉടമ്പടി പുതുക്കി. അവിടെ വന്നപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മേ ഞാൻ ഇനി ഇവിടെ വരുവാണെങ്കിൽ അമ്മയുടെ ആൾത്താരയിൽ ഒരു സാക്ഷിയായിട്ടായിരിക്കണം വരണമെന്ന്. ഓഗസ്റ്റ് 27 എൻ്റെ VFS. എനിക്ക് വിസ വെള്ളിയാഴ്ച കിട്ടി. ഇന്ന് അമ്മയുടെ സാക്ഷിയായിട്ട് ഇവിടെ വന്ന് നിൽക്കാൻ പറ്റി. മാതാവിന് ഈശോയോട് ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് പത്രം വിതരണം. എനിക്ക് ആദ്യം കുറേ മടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പത്രം വിതരണം ചെയ്തു. ഞാൻ എല്ലാവരും എന്നോട് അത്ഭുതത്തോട് ചോദിക്കും, നീ എങ്ങനെ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ഈ ജർമ്മൻ എക്സാം പാസ്സായെന്ന്. ഞാൻ ഒരു മടിയും കൂടാതെ പറയും, എൻ്റെ കൃപാസനമ്മ എന്നെ പാസ്സാക്കിയെന്ന് പറഞ്ഞ് എൻ്റെ അനുഭവങ്ങൾ എല്ലാവരോടും ഷെയർ ചെയ്യും. അങ്ങനെ 3-4 പേർക്ക് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനായിട്ടുള്ള അവസരം കിട്ടി. ഇത്രയും ഉപകാരങ്ങളും കൃപകളും ചെയ്തെന്ന മാതാവ് അച്ഛനെ കാണാൻ സാധിക്കുകയും അച്ഛൻ പ്രാർത്ഥിക്കുകയും എനിക്ക് മാതാവിൻ്റെ കാശുരൂപം തരികയും ചെയ്തു. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഞാൻ ഇതുവരെയായിട്ടും കാണാത്തൊരു മോഡൽ ക്വസ്റ്റ്യൻ. അതിലെ ലെക്ചർ എന്ന് പറയുന്നത് ഒട്ടും തന്നെ എനിക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. എനിക്കറിയാവുന്ന പോലെ മാതാവിൻ്റെ അനുഗ്രഹത്താൽ ഞാൻ കുറേ എഴുതി. കിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എക്സാം ഹാളിൽ നിന്ന് വരുന്നത്. പക്ഷേ റിസൾട്ട് വന്നപ്പോഴത്തേക്കും എനിക്ക് 61 മാർക്സ് തന്ന് മാതാവ് എന്നെ അനുഗ്രഹിച്ചു. അച്ഛനെ കണ്ടതിന് ശേഷം എനിക്ക് ഒരു കാര്യവും പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. എല്ലാ കാര്യങ്ങളും എനിക്ക് പെട്ടെന്നാണ് റെഡിയായത്. ഞാൻ വിചാരിച്ചു നഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ആയിരിക്കും അവർ ചോദിക്കുക എന്നുള്ളത്. പക്ഷേ അല്ല, അത് ഭയങ്കര ടഫായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അതിൽ എന്താ പറയുക, ഞാൻ ദേവമാതാവിൻ്റെ കാശുരൂപം വെച്ചിട്ടാണ് അതൊക്കെ ഞാൻ പറഞ്ഞത്. അവിടെ ഇരുന്ന് മുറുക്കെ പിടിച്ചിട്ടാണ് ഞാൻ എല്ലാത്തിനും ഉത്തരം പറയുന്നത്. ദൈവാനുഗ്രഹത്താൽ എനിക്ക് ആ 14 പേരിൽ 2 പേരിൽ ഒരാളാവാനായിട്ട് എനിക്ക് സാധിച്ചു. ആദ്യമായി തന്നെ കൃപാസന മാതാവിനും തിരുക്കുമാരനും ഒരുപാട് നന്ദി പറയുന്നു. എൻ്റെ പേര് ആൻസില ബിജു. ഞാൻ വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ തൃക്കൂർ എന്ന് പറയുന്ന ഇടവകയിൽ നിന്നാണ്. ഞാൻ ഒരു +2 കഴിഞ്ഞിട്ട് ഒരു വർഷത്തിന് മേലെയായിട്ട് ജർമ്മൻ ഭാഷ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ സാധാ രീതിയിൽ എഴുതുന്ന എക്സാം അല്ലാണ്ട് ഗോയിത്തെ എന്ന് പറയും, അതല്ലാണ്ട് വേറൊരു എക്സാം ഞാൻ എഴുതാനായിട്ട് പോയിരുന്നു. ആക്ച്വലി അതെന്താണ് എക്സാമെന്നോ അതെന്താണ് അതിൽ ക്വസ്റ്റ്യൻസെന്നോ ഒന്നറിയാണ്ടാണ് ഞാൻ പോയി എഴുതിയത്. പക്ഷേ അതിൽ ആകെ ഒരു മൊഡ്യൂളിൽ മാത്രമേ എനിക്ക് പാസ്സാവാൻ സാധിച്ചുള്ളൂ. അതിനുശേഷമാണ് ഞാനിവിടെ വരുന്നതും ഉടമ്പടി എടുക്കുന്നതും. ഉടമ്പടി എടുക്കുന്നത് 2024 ഏപ്രിൽ 3-ാം തീയതിയാണ്. ഉടമ്പടി എടുത്തതിന് ശേഷം വിത്തിൻ എ വീക്ക് എനിക്ക് ഡേറ്റ് കിട്ടി. കൊച്ചി ഗോയിത്തെ സെൻറ്ററിൽ എനിക്ക് എക്സാം എഴുതാൻ ഡേറ്റ് കിട്ടി. അതും 4 മൊഡ്യൂൾ എഴുതാനായിട്ടാണ് എനിക്ക് കിട്ടിയത്.
നന്നായി പ്രാർത്ഥിച്ചൊരുങ്ങിയിട്ട് തന്നെയാണ് ഞാൻ എക്സാമിന് പോയത്. ക്വസ്റ്റ്യൻസ് ആയാലും അന്ന് എക്സാമിൻ്റെ അന്ന് ചോദിച്ച എല്ലാ ക്വസ്റ്റ്യൻസിനും നന്നായി ഉത്തരം പറയാനും എല്ലാം നല്ല രീതിയിൽ തന്നെ ചെയ്യാനും എനിക്ക് സാധിച്ചു എന്നുള്ള ഉറച്ച വിശ്വാസം എനിക്കുണ്ടായിരുന്നു. മാതാവിനോട് ഒരുപാട് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ പോയത്. പക്ഷേ റിസൾട്ട് വന്ന സമയത്ത് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാളും മാർക്ക് കുറവായിരുന്നു എനിക്ക് കിട്ടിയത്. അതിനുശേഷം ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് B2 കഴിഞ്ഞിട്ട് ഓരോ മൊഡ്യൂൾ എഴുതുന്നതിന് ഇപ്പോൾ ഏജൻസ് കുറേ അധികം പൈസയാണ് ജർമ്മൻ ഭാഷയ്ക്ക് മേടിക്കുന്നത്. ഒരുപാട് പൈസ വരെ മേടിക്കും. 20,000-ന് മേലെ വരെ ഒരു മൊഡ്യൂളിന് ഇപ്പോൾ എല്ലാവരും മേടിക്കുന്നുണ്ട് പല സെൻറ്റേഴ്സിലും. അതിന് ഡേറ്റ് കിട്ടാൻ തന്നെ ഭയങ്കര പാടാണ്. ആ സമയത്ത് ഞാൻ ഇറങ്ങിയ സമയം എന്ന് പറയുമ്പോഴത്തേനും എല്ലാ പിള്ളേരും ഈ എക്സാം എഴുതാനായിട്ട് നടക്കുന്നതും ഭയങ്കര തിരക്കുമായിരുന്നു എക്സാം കിട്ടാനായിട്ട്. അതിനുശേഷം ഞാൻ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് പോയി. B2 കഴിഞ്ഞ് ഞാൻ അപ്പോഴും എക്സാം പാസ്സായിട്ടില്ല. എന്നാലും ഞങ്ങളുടെ അവിടെയുള്ള ഒരു കുറച്ച് ദൂരം ചാലക്കുടിയിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ എനിക്ക് ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ഒരു ചെറിയൊരു ഇൻ്റർവ്യൂ ആയിരുന്നു. എന്നാലും ഞാൻ എന്താ പറയുക, ഒരു ഫ്രഷർ എന്നുള്ള രീതിയിൽ, അതും ഞാൻ പാസ്സായിട്ടില്ല, എന്നാലും എനിക്ക് നല്ല സാലറിയിൽ എനിക്ക് അവിടെ ഒരു ജർമ്മൻ ട്യൂട്ടർ പൊസിഷനിൽ എനിക്ക് കിട്ടി. ചെറിയ ഇൻ്റർവ്യൂ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതിനുശേഷം അവിടെ വർക്ക് ചെയ്യുന്ന ഒരു മാം വഴി എനിക്ക് 2 മൊഡ്യൂളിന് എനിക്ക് ആൾ ചെന്നൈയിൽ ഡേറ്റ് എടുത്ത് തന്നു. അത് ഒരു ഏജൻറ്റ് ഫീസും കൊടുക്കാണ്ട് ആൾക്ക് അങ്ങനെയൊന്നും ഒരാൾക്കും അങ്ങനെ കിട്ടില്ല. പെട്ടെന്ന് അവരുടെ സൈറ്റിൽ കയറി എടുക്കുക എന്ന് പറയുന്നത് അങ്ങനെ എന്താ പറയുക 100-ൽ 1% പോലും ആൾക്കാർക്ക് കിട്ടാത്തൊരു കാര്യമാണ്. അങ്ങനെ ആ ചേച്ചിക്ക് കിട്ടി. ഒരു ഞായറാഴ്ചയായിരുന്നു, ഞാൻ പള്ളിയിൽ എന്താ പറയുക ഒരുപാട് പ്രാർത്ഥനയോടെ ഞാൻ ഇരിക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പോഴാണ് പപ്പേനെ വിളിച്ചിട്ട് ആൾ ബുക്ക് ചെയ്തിട്ടുണ്ട് അവൾക്ക് വേണ്ടിയിട്ട് എന്ന് പറയുന്നത്. അങ്ങനെ 2 മൊഡ്യൂൾ ബുക്ക് ചെയ്തു. ഞാൻ നന്നായി പഠിച്ചു. 2 മൊഡ്യൂളായിരുന്നു, റീഡിങ്ങും ഹിയറിങ്ങും ആയിരുന്നു. ഞാൻ പോയി എക്സാം എഴുതി. എക്സാം കയറുമ്പോഴത്തേനും ഉപ്പ് ഞാൻ പോക്കറ്റിലിട്ടു. അവരെല്ലാം ചെക്ക് ചെയ്യും. അപ്പോൾ ഞാൻ ഉപ്പ് പോക്കറ്റിലിട്ടു. പിന്നെ തൈലം കുരിശാകൃതിയിൽ നെറ്റിയിൽ വരച്ചിട്ടാണ് ഞാൻ കയറുന്നത്. എല്ലാം ഓക്കെ ആയിരുന്നു. പക്ഷെ അവിടെ എത്തിയപ്പോഴത്തേനും എനിക്ക് ഹിയറിങ് കുഴപ്പമുണ്ടായിരുന്നില്ല. റീഡിങ് എന്ന് പറയുന്നത് കുറച്ചല്ല നല്ല പാടായിരുന്നു. കിട്ടുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല. അങ്ങനെ റിസൾട്ട് വന്ന ദിവസം ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ കറക്റ്റ് കിട്ടില്ല എന്ന് പ്രതീക്ഷിച്ചതാണ്. കറക്റ്റ് 60 മാർക്ക് പാസ് മാർക്കിൽ എനിക്ക് റീഡിങ് എന്നെ പാസ്സാക്കി മാതാവ് എനിക്ക് തന്നു. റീഡിങ്ങും ഹിയറിങ്ങും എനിക്ക് അന്ന് കിട്ടി. അതിനുശേഷം ഞാൻ പല സെൻറ്റേഴ്സിലും പാസിംഗ് റേറ്റ് ഇല്ല, എന്നാലും ഞാൻ വെറുതെ ഇരിക്കേണ്ടല്ലോ എഴുതാലോ എന്ന് വിചാരിച്ചു പോയി. പക്ഷേ നല്ല എളുപ്പമാണെങ്കിലും എനിക്കത് കിട്ടുന്നുണ്ടായിരുന്നില്ല. ഏറ്റവും അവസാനം ഞാൻ അച്ഛനെ കാണാൻ സാധിക്കുകയും അച്ഛൻ പ്രാർത്ഥിക്കുകയും എനിക്ക് മാതാവിൻ്റെ കാശ് തരികയും ചെയ്തു. അതിനുശേഷം ഞാൻ അതിന് വരുന്നതിന് മുൻപ് ട്രിച്ചിയിൽ എനിക്കൊരു ബുക്കിംഗ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു മൊഡ്യൂളിനാണ്, സ്പീക്കിങ്ങിനാണ്. അപ്പോൾ അത് ഇവിടെ നിന്ന് ഞാൻ പ്രാർത്ഥിച്ച് പോയതിന് ശേഷം അത് മാറ്റിവെച്ചു എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് ആ മെസ്സേജ് വന്നത്. അത് ഭയങ്കര പേടിയായി. കാരണം ഇനി അത് മാറ്റിവെക്കുക, എൻ്റെ പൈസ പോവോ, ഓരോ മൊഡ്യൂളിനും പറയും നല്ല പൈസയ്ക്കാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ അവിടെ ചെന്നു, സ്പീക്കിങ്ങിന് കയറി. അധികം ആൾക്കാരിൽ ഒരു 14 സ്റ്റുഡൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിന് നല്ല എളുപ്പമുള്ള ഒരു തേമയായിരുന്നു. ഒരുപാട് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ പോയത്. മാതാവിൻ്റെ അനുഗ്രഹത്താൽ എനിക്കത് നല്ല മാർക്കോടുകൂടെ സ്കോർ ചെയ്യാനായിട്ട് സാധിച്ചു. അങ്ങനെ സ്പീക്കിങ് കിട്ടി. ലാസ്റ്റ് എനിക്ക് റൈറ്റിംഗ് ആണ് ഉണ്ടായത്. അത് എനിക്കിതുപോലെ അവിടെ ജോലി ചെയ്യുന്ന ഒരു മാമാണ് എനിക്ക് എടുത്തു തന്നത്. അത് ട്രിവാൻഡ്രത്താണ്. നമ്മുടെ നാട്ടിൽ കൊച്ചി ട്രിവാൻഡ്രത്ത് ഇതിൻ്റെ സെൻറ്റർ ഉണ്ടെങ്കിലും ഫസ്റ്റ് കം സെർവർ ബേസിസിൽ, അതായത് ഒരു സെക്കൻഡ്സിൻ്റെ കളികളിലാണ് അവർ സ്റ്റുഡൻസിനെ അവർ തീരുമാനിക്കുന്നത് എക്സാം എഴുതാനായിട്ട്. അപ്പോൾ അത് ചിലവർക്ക് കിട്ടും, ചിലവർക്ക് കിട്ടാറില്ല, അങ്ങനെയാണ്. അങ്ങനെ ആ ചേച്ചി എനിക്ക് ട്രിവാൻഡ്രത്ത് ബുക്ക് ചെയ്ത് തന്നു. അതും എനിക്ക് എന്താ പറയുക, ഒരു ഏജൻറ്റ് ഫീസും കൊടുക്കാണ്ട് അവരുടെ സൈറ്റിലുള്ള അതേ പൈസയിൽ എനിക്ക് ബുക്ക് ചെയ്യാനായിട്ട് പറ്റി. അത് ഞാൻ അറ്റൻഡ് ചെയ്ത് ഇറങ്ങുമ്പോഴത്തേനും നന്നായി പഠിച്ചിട്ടാണ് പോയത്. നല്ല എന്താ പറയുക, അപ്പോഴത്തേനും ഞാൻ നല്ല രീതിയിൽ തന്നെ എല്ലാ കാര്യങ്ങളും പഠിക്കാനും പറയാനായിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട്. അതിനുശേഷം മാതാവിൻ്റെ ഉപ്പൊക്കെ പോക്കറ്റിലിട്ട് ക്ലാസ് അവിടേക്ക് കയറുമ്പോഴത്തേനും അത് അലിഞ്ഞു പോവും. എന്നാലും കൈകൊണ്ട് ഞാൻ അത് വെച്ച് ക്വസ്റ്റ്യൻ പേപ്പറിലൊന്ന് കുരിശാകൃതിയിൽ വരയ്ക്കാറുണ്ട്. അതുപോലെ തൈലം പുരട്ടി ഞാൻ എക്സാം ഹാളിൽ കയറി. പക്ഷേ എന്താ പറയുക, ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഞാൻ ഇതുവരെയായിട്ടും കാണാത്തൊരു മോഡൽ ക്വസ്റ്റ്യൻ. അതിൽ ലെറ്റർ എന്ന് പറയുന്നത് ഒട്ടും തന്നെ എനിക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. എനിക്കറിയാവുന്ന പോലെ ഞാൻ മാതാവിനെ വിളിച്ചു, എനിക്കറിയാവുന്ന പോലെ മാതാവിൻ്റെ അനുഗ്രഹത്താൽ ഞാൻ കുറേ എഴുതി. കിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എക്സാം ഹാളിൽ നിന്ന് വരുന്നത്. പക്ഷേ റിസൾട്ട് വന്നപ്പോഴത്തേക്കും
എനിക്ക് 61 മാർക്സ് തന്ന് മാതാവ് എന്നെ അനുഗ്രഹിച്ചു. അതിനുശേഷം അച്ഛനെ കണ്ടതിന് ശേഷം എനിക്ക് ഒരു കാര്യവും പിന്നെ തിരിഞ്ഞ് നോക്കേണ്ടി വന്നിട്ടില്ല. എല്ലാ കാര്യങ്ങളും എനിക്ക് പെട്ടെന്നാണ് റെഡിയായത്. ഈ 2 എക്സാം എഴുതുന്നതായാലും പാസ്സാകുന്നതായാലും. അതിനുശേഷം എനിക്ക് ഇൻ്റർവ്യൂ ഞാനൊരു ഏജൻസിനെ ട്രസ്റ്റ് ചെയ്തിട്ട് കൊടുത്തു. ആ ഏജൻസി എന്ന് പറയുന്നത് ഒരു ചേട്ടൻ പോയ പരിചയത്തിലാണ് ഞാൻ അവർക്ക് കൊടുക്കുന്നത്. എന്നാലും ഞാൻ അവർക്ക് കൊടുത്തു. ഫസ്റ്റ് ഇൻ്റർവ്യൂ ചെയ്തു. പക്ഷേ ഫസ്റ്റ് ഇൻ്റർവ്യൂവിൽ 14 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. ആ 14 പേരിൽ എനിക്ക് 2 പേർക്കാണ് പാസ്സാവാൻ സാധിച്ചത്. അത്രയ്ക്കും ടഫായിട്ടുള്ളൊരു ഇൻ്റർവ്യൂ ആയിരുന്നു. ജർമ്മനിൽ അവർ പല ക്വസ്റ്റ്യൻസും ചോദിക്കുന്നുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു നഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ആയിരിക്കും അവർ ചോദിക്കുക എന്നുള്ളത്. പക്ഷേ അല്ല, എന്താ പറയുക, ജനറലായിട്ട് ഇപ്പം ലോകത്ത് നടക്കുന്ന പല അധികം കാര്യങ്ങളെ പറ്റിയിട്ടാണ് അവർ നമ്മുടെ അടുത്ത് ചോദിക്കുന്നത്. ഭയങ്കര ടഫായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അതിൽ എന്താ പറയുക, ഞാൻ ദേവമാതാവിൻ്റെ കാശുരൂപം വെച്ചിട്ടാണ് അതൊക്കെ ഞാൻ പറഞ്ഞത്. അവിടെ ഇരുന്ന് മുറുക്കെ പിടിച്ചിട്ടാണ് ഞാൻ എല്ലാത്തിനും ഉത്തരം പറയുന്നത്. ദൈവാനുഗ്രഹത്താൽ എനിക്ക് ആ 14 പേരിൽ 2 പേരിൽ ഒരാളാവാനായിട്ട് എനിക്ക് സാധിച്ചു. അതിനുശേഷം മെയിൻ ഇൻ്റർവ്യൂ അവിടുത്തെ സ്കൂളിൽ നിന്ന് കുറേയധികം പ്രൊഫസർമാരും എല്ലാവരും കൂടിയുള്ള ഒരു മെയിൻ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അതിലെനിക്ക് കയറാൻ പറ്റി. 5 പേരായിരുന്നു ഞങ്ങളുണ്ടായിരുന്നത്. അത് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല, എന്നാലും ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം അതൊരു കോമ്പറ്റീഷനാണ്. കാരണം 5 പേരും നന്നായി സംസാരിക്കുന്നവരാണ്. അപ്പോൾ എങ്ങനെയായിരിക്കും കാര്യങ്ങളൊന്നും അറിയില്ല. ഞാൻ അന്ന് ഇൻ്റർവ്യൂവിന് കയറുമ്പോഴും കാശുരൂപം കയ്യിൽ വെച്ചിട്ട് ഉറുക്കെ പിടിച്ചിട്ടാണ് എല്ലാ ചോദ്യത്തിനും ഉത്തരം പറയുന്നത്. അതിനും ആ ഒരു സെക്കൻഡ് ഇൻ്റർവ്യൂവും എനിക്ക് പാസ്സാവാനായിട്ട് സാധിച്ചു. ഞങ്ങൾ 5 പേരിൽ നിന്ന് 3 പേരെയാണ് അവർ സെലക്ട് ചെയ്തത്. അതിനുശേഷം ഞാൻ വിസയ്ക്ക് വെക്കുകയാണ് ചെയ്തത്. ഇൻ്റർവ്യൂസൊക്കെ ഫസ്റ്റ് ടൈമിൽ തന്നെ പാസ്സാവുകയും അതിനുശേഷം വിസയ്ക്ക് വെച്ചു. വിസയ്ക്ക് ഇപ്പോൾ ഭയങ്കര ഡിലേ ആണ്. എല്ലാ കാര്യങ്ങളും നടക്കാനും ചെയ്യാനും പലധികം റൂൾസും അവർ കൊണ്ടുവരുന്നുണ്ട്. വിസ എന്ന് പറയുമ്പോഴത്തേനും എല്ലാവർക്കും ഇപ്പോൾ പേടിയാണ്. ഞാനത് വെച്ച സമയത്ത് എനിക്കും പേടിയുണ്ടായിരുന്നു. ഇതെങ്ങനെയായിരിക്കും എന്നൊന്നും എനിക്കറിയില്ല. ബാംഗ്ലൂർക്കാണ് ഞാൻ വെച്ചത്. ബാംഗ്ലൂർ പോയി മാതാവിൻ്റെ കാശുരൂപം ഞാൻ ഡ്രസ്സിൻ്റെ ഇടയിൽ ഞാൻ പിൻ ചെയ്തിട്ടാണ് അതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നത്. അവർ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറയാനും എല്ലാവരും ഞങ്ങൾ 3 പേരാണ് ഞങ്ങൾ ഇവിടുന്ന് പോകുന്നത്. ഞങ്ങൾ 3 പേരിലേക്കുള്ള ഏറ്റവും ആദ്യം എനിക്കാണ് വിസ എൻ്റെ വീട്ടിലേക്ക് എനിക്ക് എത്തിച്ചു കൊണ്ടു തന്നു. അതിന് ശേഷം അവർക്ക് കിട്ടാനായിട്ട് കുറച്ച് ഡിലേ വന്നപ്പോഴത്തേനും ഞാൻ പ്രാർത്ഥിച്ചു. എല്ലാ കുടുംബ പ്രാർത്ഥനയ്ക്കും അല്ലെങ്കിൽ സന്ധ്യാപ്രാർത്ഥനയ്ക്കും ഒക്കെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് വേണ്ടിയൂടെ പ്രാർത്ഥിക്കാറുണ്ട്. കാരണം അത്ര വരെ എത്തിച്ചിട്ട് വിസ റിജക്റ്റ് ആവുക എന്ന് പറയുന്നത് അത്രയും പാടായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ സങ്കടം എന്ന് പറയുന്നത് ഒന്നുമില്ല. ഇത്രയും നാളും ശ്രമിച്ചത് ഒന്നുമില്ലാത്തൊരവസ്ഥയിലാവും. അപ്പോൾ ഇപ്പം ഞാൻ എന്താ പറയുക, എൻ്റെ കോൺട്രാക്റ്റും കാര്യങ്ങളെല്ലാം വന്നു. ഞാൻ ഒക്ടോബർ 1-ാം തീയതി ദൈവമാതാവിൻ്റെ അനുഗ്രഹത്താൽ പോകാനായിട്ട് നിൽക്കുകയാണ്. ഇതാണ് എൻ്റെ സാക്ഷ്യം. പിന്നെ കാരുണ്യപ്രവൃത്തികളായിട്ട് ആദ്യമൊക്കെ ഫുഡ് ഞങ്ങൾ കൊടുക്കാറുണ്ട് പാക്ക് ചെയ്തിട്ട്. പക്ഷേ അത് റൈറ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ കയ്യിലല്ല എത്തുന്നതെന്ന് കണ്ടപ്പോഴത്തേനും ഇങ്ങനെ അനാഥാലയത്തിലേക്ക് എനിക്ക് കിട്ടുന്ന സാലറിയിൽ നിന്ന് ഒരു 0.5 പോലെ ഞാൻ കൊടുക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. വീട്ടിലെല്ലാവരും അങ്ങനെ ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും കിട്ടുന്ന സാലറി പല അനാഥാലയങ്ങൾക്ക് അത് കൊടുക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. പിന്നെ കുമ്പസാരം മുൻപ് ഒരു മാസം കുമ്പസാരിച്ചില്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യാറ്. പക്ഷേ ഇപ്പം 2 ആഴ്ച കൂടുമ്പോഴത്തേനും മാക്സിമം കുമ്പസാരിക്കാനായിട്ട് എല്ലാവരും ഞങ്ങൾ 4 പേരും കൂടെ കുമ്പസാരിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. ഇത്രയധികം കാര്യങ്ങൾ ചെയ്തു തന്ന ദൈവമാതാവിന് ഒരുപാട് നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ഈ ജോലിക്ക് പോകുന്നത് ട്രെയിനിലാണ്. അപ്പോൾ ട്രെയിനിൽ പറ്റാവുന്നതൊക്കെ ട്രെയിനിൽ ഞാൻ കൊടുക്കും. അല്ലെങ്കിൽ ബസ്സിൽ കയറുമ്പോഴത്തേനും ഞാൻ കൊടുക്കും. അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞ പോലെ സ്റ്റുഡൻസിന് അവിടെ ജോലി ചെയ്യുന്ന മറ്റുള്ള മിസ്സുമാർക്ക്, സ്റ്റാഫുമാർക്ക്, അല്ലെങ്കിൽ പല പള്ളികളിലൊക്കെ ഞാൻ ചെന്ന് കൊടുക്കാറുണ്ട്. ഇവിടെ വന്ന് അച്ഛൻ്റെ ബ്ലെസ്സിങ്സും അച്ഛൻ തന്ന കാശുരൂപം എനിക്ക് മേടിച്ചതിന് ശേഷം ഒരു കാര്യവും എനിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. എല്ലാം ദൈവമാതാവ് എനിക്ക് എല്ലാം എനിക്കെല്ലാം ചെയ്ത് തന്നിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം വിട്ടുപോയത്, ഞാൻ എക്സാമിന് ബുക്ക് ചെയ്യുന്ന സമയത്ത് മലേഷ്യയിൽ ഞാൻ നല്ല പാസിംഗ് റേറ്റ് ആണെന്നൊക്കെ പറഞ്ഞ് ഒട്ടും കിട്ടാത്ത സമയത്ത് ഞാൻ കുറേ നാൾ ട്രൈ ചെയ്തിട്ട് മലേഷ്യ കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ 25,000 ഞാനൊരു ഏജൻറ്റിൽ കൊടുത്തു. ആൾ വഴി പോയ ഒരു ചേച്ചിയാണ് എനിക്ക് ആൾ തന്നത്. ആൾക്ക് ഞാൻ 25,000 കൊടുത്തു. പക്ഷേ പിന്നീടാണ് ഞാൻ അറിയുന്നത് ആൾ ചില കുട്ടികളെ കൊണ്ടുപോകും, ചില കുട്ടികളെ പറ്റിക്കും എന്നുള്ളത്. അങ്ങനെ
പിന്നെ ഞാൻ ആ ലേഡീനെ മെസ്സേജ് ഇടും. പിന്നെ വിളിച്ചിട്ട് ആൾ എടുക്കണില്ല. അങ്ങനെയൊക്കെ അതിന് ശേഷം എൻ്റെ ഫ്രണ്ടിനും ആ ചേച്ചി ഇതുപോലെ പറ്റിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളുടെ ആ ലേഡീൻ്റെ ഒരു ഡ്രൈവർ ലൈസൻസ് ഉണ്ടായിരുന്നു. അത് ഞാൻ ആൾക്ക് അയച്ചു കൊടുത്തിട്ട് പറഞ്ഞു, മര്യാദയ്ക്ക് എനിക്ക് ക്യാഷ് എൻ്റെ തിരിച്ച് തന്നോളൂ, അല്ലെങ്കിൽ ഞാൻ കേസ് കൊടുക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ എന്താ പറയുക, ശക്തമായിട്ട് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു. കേസ് കൊടുക്കുന്ന ഒന്നല്ല, എനിക്ക് മാതാവിൻ്റെ അടുത്ത് ഒരുപാട് പ്രാർത്ഥിച്ചു. അന്നൊരു ഞായറാഴ്ചയായിരുന്നു. ഈ ഞായറാഴ്ച രാത്രിക്കുള്ളിൽ എനിക്ക് ആ പൈസ തിരിച്ചു തരണം. കാരണം ഇല്ലായ്മയിൽ നിന്ന് നമ്മൾ കൊടുക്കുന്നതാണ്. ആ പൈസ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിന്തിക്കാൻ കൂടെ പറ്റില്ല. അപ്പോൾ ഞാൻ ആ രാത്രി തന്നെ 7 മണിക്കുള്ളിൽ എനിക്ക് ആ ചേച്ചി ആ പൈസ എനിക്ക് അയച്ചു തന്നു. ഇത്രയധികം അനുഗ്രഹങ്ങളെ തന്ന ദൈവമാതാവിനും തിരുക്കുമാരനും ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് സാജു, ഇതെൻ്റെ വൈഫ് സബീന, മോള് ക്രിസ്റ്റി. ഞാൻ കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി അതിരൂപത ചെമ്പേരി അവർ ലേഡി ഓഫ് ലൂർദ് ബസലിക്ക ഇടവകാംഗമാണ്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് 2019 സെപ്റ്റംബറിലാണ്. ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം, ഞാൻ സാധാരണ യൂട്യൂബിൽ ധ്യാനങ്ങളൊക്കെ കൂടുമായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് ഒരു ഉടമ്പടി ധ്യാനം യൂട്യൂബിൽ കണ്ടു. അപ്പോൾ ഉടമ്പടി എന്ന് കണ്ടപ്പോൾ എന്താണെന്ന് മനസ്സിലായില്ല. അതറിയാൻ വേണ്ടി അതൊന്ന് കൂടുതൽ ശ്രദ്ധിക്കുകയും ആ ധ്യാനം കൂടുകയും ചെയ്തപ്പോൾ ഭയങ്കര താല്പര്യം തോന്നി. അപ്പോൾ ഉടമ്പടി എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി അന്ന് അതിനെ ഉടമ്പടിയെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അതിനകത്ത് പറയുന്നുണ്ടായിരുന്നു ഇവിടുത്തെ ഒരു ബ്രദറ്. അങ്ങനെ ഉടമ്പടി എന്താണെന്ന് മനസ്സിലാക്കി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം എന്നാന്ന് ചോദിച്ചാൽ, 2017 ആയ സമയത്ത് വൈഫിന് റുമാറ്റോയ്ഡ് ആർത്രൈറ്റിക്സ് പിടിപെട്ടു. ഒരു ജോലിയും ചെയ്യാൻ സാധിക്കില്ല. ഒരു ഗ്ലാസ് വെള്ളം പോലും എടുത്ത് കുടിക്കാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് വന്നു. അപ്പം ഒരുപാട് മെഡിസിനൊക്കെ ചെയ്തു, അലോപ്പതി മരുന്ന് ചെയ്തു, ഹോമിയോ ചെയ്തു. പക്ഷേ കോംപ്ലിക്കേറ്റഡ് ആയതല്ലാതെ ഒരിക്കലും അസുഖം കുറഞ്ഞില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ഉടമ്പടിയിൽ ആദ്യത്തെ നിയോഗമായിരുന്നു വൈഫിൻ്റെ റുമാറ്റോയ്ഡ് ആർത്രൈറ്റിക്സ്. ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടി തൈലവും ഉപ്പും ഉപയോഗിച്ചു സ്ഥിരമായിട്ട് പ്രാർത്ഥിച്ചു. എല്ലാ മാസവും ഇവിടെ വന്ന് പ്രാർത്ഥനയ്ക്കെന്ന് വരുമായിരുന്നു. അങ്ങനെ വന്ന് ഒരു 4-5 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഏകദേശം നല്ലപോലെ അസുഖങ്ങളൊക്കെ കുറഞ്ഞു. ഇപ്പോൾ ഒരു 7 വർഷമായി, 6 വർഷം കഴിഞ്ഞു. ഇതുവരെ അതിൻ്റേതായ യാതൊരു ബുദ്ധിമുട്ടുകളും ഇല്ല. സാധാരണ റൊമാറ്റോയിഡൊക്കെ വന്നാൽ അതിൻ്റേതായ കോംപ്ലിക്കേഷൻ എല്ലാവർക്കും ഉണ്ടാകുന്നത്, സ്ഥിരമായിട്ടുണ്ടാകും. കൈകളുടെ എല്ലാം ബലം കുറയും, കാലിൻ്റെ ബലം കുറയും, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഇതൊന്നുമില്ല. ഇപ്പോൾ എല്ലാം പൂർണ്ണ ആരോഗ്യത്തിലൂടെ ഇരിക്കുന്നു. അതുപോലെ രണ്ടാമതൊരു ഇത് നടന്നതെന്ന് വെച്ചാൽ, അത് നിയോഗമല്ലായിരുന്നു. പുള്ളിക്കാരത്തി വീട്ടിൽ കിച്ചണിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കും. തിളച്ച വെള്ളം കാലിൽ വീണ് പൊള്ളി, കാലിൻ്റെ പാദം മുഴുവൻ പൊള്ളി. പക്ഷേ വീട്ടിൽ ആരുമില്ല, പുള്ളിക്കാരത്തി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പുള്ളിക്കാരത്തി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഞാൻ എൻ്റെ ജോലി സ്ഥലത്തായിരുന്നു. അപ്പോൾ പുള്ളിക്കാരത്തി എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ഉടമ്പടി തൈലവും വിശ്വാസ പ്രമാണം ചൊല്ലി കാലിൽ പുരട്ടി. വൈകുന്നേരം ആയപ്പോഴത്തേക്കും കാലിൻ്റെ കളറൊക്കെ മാറി വന്നു. സാധാരണ പോലെയുള്ള കളറെത്തി, തിരിച്ചെത്തി. അതുപോലെ ഉടമ്പടി ഉപ്പും വെള്ളത്തിൽ കലക്കി ഈ കാലിലവിടെ തേച്ചു. അങ്ങനെ അതായത് പൂർണ്ണമായിട്ട് സുഖപ്പെട്ടു. അങ്ങനെ ഞാൻ ഉടമ്പടിയിൽ അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് പല തവണ ഇവിടെ വന്ന് പുതുക്കിയായിരുന്നു. അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് എൻ്റെ ഉടമ്പടി കാശുരൂപം നഷ്ടപ്പെട്ടു പോയി. പുതിയ ഉടമ്പടി എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ രണ്ടാമത് പുതിയ ഉടമ്പടി എടുത്തു. ആ പുതിയ ഉടമ്പടി എടുത്തപ്പം ഞാൻ അതിനകത്തൊരു വെച്ച നിയോഗം എന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ മോൾക്ക് ജർമ്മൻ പാസ്സാകുന്നതിനും ജർമ്മനിയിൽ നേഴ്സിങ്ങിന് പോകുന്നതിനും വേണ്ടിയായിരുന്നു. ഇവളൊരു ആവറേജ് സ്റ്റുഡൻറ്റാണ്, പക്ഷേ നല്ല ഹാർഡ് വർക്ക് ചെയ്യും. അപ്പോൾ എന്തായാലും ഞങ്ങളുടെ അടുത്ത് തന്നെയുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇവിടെ ജോയിൻ ചെയ്യിച്ചു. എല്ലാവരും പറഞ്ഞു അവിടെയൊന്നും പഠിച്ച ആരും പാസ്സാകില്ല. ഞാൻ പറഞ്ഞു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കഴിവല്ല, നമ്മൾ ശരിക്കും ദൈവത്തിൻ്റെ കൃപയൊന്നുകൊണ്ട് മാത്രമാണ് പാസ്സാകുന്നത്. നല്ലപോലെ പ്രാർത്ഥിക്കുക, പിന്നെ പരിശ്രമിക്കുക, ഇത് രണ്ടും ഉണ്ടാവണമെന്ന് പറഞ്ഞു. ഏതായാലും അവൾ നല്ലപോലെ പരിശ്രമിച്ചു. ഫസ്റ്റ് ചാൻസിൽ തന്നെ ചെന്നൈയിലായിരുന്നു എക്സാമിന് പോയപ്പോൾ ഉടമ്പടി കാശുരൂപം കൈപിടിച്ചു. അതുപോലെ ഉടമ്പടി ഉപ്പ് എക്സാം ഹാളിൻ്റെ ഒരു സൈഡിൽ ആരും ചവിട്ടാത്ത പോലെ സ്ഥലത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി അവിടെ ഇട്ടു. ഞാൻ എക്സാം ഹാളിൻ്റെ പുറത്ത് രാവിലെ മുതൽ വൈകുന്നേരം വരെ ജപമാല ചൊല്ലിക്കൊണ്ടിരുന്നു. ഇവള് എക്സാമിൻ്റെ റിസൾട്ട് 20 ദിവസം കഴിഞ്ഞ് വന്നപ്പോൾ കുഴപ്പമില്ലയെന്ന് പറഞ്ഞു. പക്ഷേ ആ ഒരു ദിവസം എക്സാം എഴുതിയതിൽ ഏറ്റവും കൂടുതലും മാർക്കോടെ എല്ലാം 4 മൊഡ്യൂളും അവൾ പാസ്സായി. അത് കഴിഞ്ഞ് പിന്നെ ഇൻ്റർവ്യൂവിന് ഞങ്ങളൊരു ഏജൻസിയെ കണ്ടു കൊടുത്തു. ഇൻ്റർവ്യൂ ഒക്കെ പെട്ടെന്ന് നടന്നു. എല്ലാം ഭയങ്കര പേടിയായിരുന്നു. പക്ഷേ കാശുരൂപം കൈപ്പിടിച്ചു. മാതാവ് കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട്, മാതാവ് ശക്തീകരിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് നടന്നു. ഇവളുടെ മുമ്പ് തന്നെ ഇത് പാസ്സായിട്ട് B2 ഒക്കെ പാസ്സായി ഓരോ സെൻറ്ററിലൊക്കെ ഓരോ ഏജൻസിക്കൊക്കെ കൊടുത്ത് കുട്ടികൾക്കൊന്നും VFS ഇൻ്റർവ്യൂ വന്നില്ല, VFS വന്നില്ല, ഒന്നും വന്നില്ല, ഡേറ്റ് എടുക്കാൻ പറ്റിയില്ല.
ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഡേറ്റ് കിട്ടി. 15 ദിവസം കൊണ്ട് VFS എടുത്ത് 15 ദിവസം കൊണ്ട് വിസ കൈ കിട്ടി. ഈ 1-ാം തീയതി ഒക്ടോബർ 1-ന് ഇവിടെ ജർമ്മനിക്ക് പോവുക. അപ്പം എൻ്റെ ടിക്കറ്റും കാര്യങ്ങളും എല്ലാം കിട്ടി. അത്ര പെട്ടെന്ന് കാര്യങ്ങൾ നടന്നു. കാരണം ഞങ്ങളിലല്ല ആശ്രയിച്ചത്, ദൈവത്തിൽ ആശ്രയിച്ചു. അമ്മയോട് പറഞ്ഞു, അമ്മ കൂടെ വരണേ, എല്ലാ കാര്യങ്ങളും ചെയ്തു തരണേ. ഞങ്ങളുടെ കഴിവല്ലായിരുന്നു, എല്ലാം അമ്മ ചെയ്തു തരുകയാണ് ചെയ്തത്. പിന്നെ ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനയും കാര്യങ്ങളുമൊക്കെ എൻ്റെ വ്യക്തിപരമായ കാര്യത്തിൽ ഞാൻ പൊതുവേ പ്രാർത്ഥനയ്ക്ക് കൂടും, പക്ഷേ അത്ര സജീവമല്ല. പള്ളിയിൽ പോകും, പള്ളിയിൽ ഏറ്റവും പുറകിലത്തെ ആളായിരുന്നു. പക്ഷേ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം കുടുംബ പ്രാർത്ഥനയൊക്കെ വളരെയേറെ ശക്തീകരിക്കപ്പെട്ടു. പള്ളിയിൽ ഏറ്റവും മുന്നിൽ നിന്ന് ദിവ്യബലിയിൽ സംബന്ധിക്കാൻ സാധിച്ചു. സാധിക്കുന്നിടത്തോളം ദിവസം ദിവ്യബലിക്ക് പോകാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ ഒരു 2 ആഴ്ച കൂടുമ്പോഴെങ്കിലും ഉപസാരിക്കും. പ്രേക്ഷിത വേല ചെയ്യുന്നത് ഞാൻ ഒരു 95% അക്രൈസ്തവ മേഖലയിലാണ് ശരിക്കും പത്രങ്ങൾ കൊടുത്തത്. പത്രം കൊടുത്തിട്ട് അവരോട് മാതാവിനെക്കുറിച്ച് കുറേ നേരം സംസാരിക്കും. അവർ താല്പര്യമില്ലെന്ന് തോന്നിയാൽ തിരിച്ചു തരും. അവിടെ കളയുവാണോ എന്നൊക്കെ നോക്കും. ഒരു മെഡിക്കൽ കോളേജിൻ്റെ അടുത്തായിരുന്നു. ചിലപ്പോൾ അവിടെയൊക്കെ ഈ സാധനങ്ങൾ പൊതിയാൻ വേണ്ടി കടക്കാരൊക്കെ ഈ പത്രം എടുക്കുന്നുണ്ട്. എനിക്ക് സങ്കടം തോന്നിയിട്ടുണ്ട് കാണുമ്പം. ഞാൻ അവരോട് അത് തിരിച്ചു മേടിച്ചിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ ആൾക്കാരോട് പറഞ്ഞ് താല്പര്യമുള്ള ആൾക്കാർക്ക് മാത്രം കൊടുക്കും. മാതാവിനോട് പറഞ്ഞ് ഞാൻ മുഖേന ഒരു 20-ലധികം ആൾക്കാർ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് മുഴുവൻ അക്രൈസ്തവരാവുന്നത്. പിന്നെ സാധുക്കളായ ആൾക്കാർക്ക് കാരുണ്യപ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ സാധുക്കളായ ആൾക്കാർക്ക് ഭക്ഷണം മേടിച്ചു കൊടുക്കും. എനിക്ക് സമ്പത്തൊന്നും അധികമല്ല, ഞങ്ങളുടെ ആവറേജ് ഫാമിലിയാണ്. പക്ഷേ മരുന്നിന് മേടിക്കാനുള്ള പൈസ കൊടുക്കും. പക്ഷേ ദൈവം ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്നൊരു അനുഭവം ഉണ്ടായേ. ഇതാണ് എൻ്റെ ഉടമ്പടി സാക്ഷ്യം. നല്ല അനുഗ്രഹങ്ങളെല്ലാം തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. റുമേറ്റോഡ് ആർത്രൈറ്റിസ് വന്നിട്ട് ഒത്തിരി കഷ്ടപ്പാട് സഹിച്ചിരുന്നു. ഒരു ജോലി പോലും ചെയ്യാൻ പറ്റാതെ എല്ലാം സുഖമാക്കി തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. എനിക്ക് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ പോകുന്നതിന് മുമ്പ് ഭയങ്കര ടെൻഷനായിരുന്നു. ലാംഗ്വേജ് എന്നെ കൊണ്ട് പറ്റുമോ എന്ന്. പഠിക്കുന്ന സമയത്തും എൻ്റെ കൂട്ടുകാരെല്ലാം പറഞ്ഞിട്ടുണ്ട് ലാംഗ്വേജ് ഭയങ്കര ടഫാണെന്നും ആർക്കും തന്നെ പെട്ടെന്നൊന്നും ആദ്യത്തെ ഇതിന് തന്നെ പാസ്സായി പോകാൻ പറ്റില്ലെന്നും. ആദ്യത്തെ ഇതിന് തന്നെ പാസ്സായി എൻ്റെ ഇതിന് പോകാൻ പറ്റുന്നതിന് ദൈവത്തിനും തിരുക്കുമാരനും